Good morning. Good morning, Vandana. Good morning. Audible ആണോ? Audible ആണെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ. Audibility issues എന്തെങ്കിലും ഉണ്ടോ? Clarity കുറവുണ്ടോ? If there is any issue, please do message. ഓക്കെ യെസ് അപ്പോൾ നമ്മുടെ എക്സാം ഒക്കെ ഇങ്ങനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? നിങ്ങളെല്ലാവരും പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും അപ്പം എൻട്രിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് അഞ്ജലി. നമ്മൾ ഇന്ന് ഒരു ക്വിക്ക് ഗ്ലാൻസ് അറ്റ് ഗ്രാമർ പാർട്ട്. എല്ലാ പാർട്ടും നമ്മളിവിടെ എടുക്കുന്നില്ല, എങ്കിലും എറർ സ്പോട്ടിംഗ് ഒരിക്കലും അങ്ങനെ അധികം ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു ഏരിയ ആണ്. ഒരുപാട് ഏരിയാസിൽ നിന്നുള്ള എറർ സ്പോട്ടിംഗ് ഉണ്ട്. നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ടുള്ളതും എന്നാൽ തീർത്തും കൺഫ്യൂഷൻസ് വരാനും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് റൂൾസ് പറഞ്ഞു പോകുന്നുണ്ട്. ക്വിക്ക് ഗ്ലാൻസ് ആണ്, റിവിഷൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ കുറച്ചധികം എക്സസൈസും നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എന്താ പറയാ, ഒരിക്കൽ കൂടി എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പൊ എക്സാംസ് ഒക്കെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യാണ് അല്ലേ? നമുക്ക് ഇതുവരെ ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ല, പക്ഷെ എങ്കിലും ക്ലറിക്കൽ എക്സാമിന്റെ എന്ന് വരാം, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എക്സാം എഴുതാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. സോ ഇതൊരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ക്ലാരിഫൈ ചെയ്യാണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കിത് ഡിസ്കസ് ചെയ്ത് പോവാം. പി എസ് സിയുടെ ഇംഗ്ലീഷ് അല്ല, നമ്മൾ ജനറൽ ഇംഗ്ലീഷ് ക്ലാസ്സസ് ആണ് ഇപ്പൊ, എസ്പെഷ്യലി ബാങ്കിങ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സസ് ആണ് ഇപ്പൊ പോകുന്നത്. പി എസ് സി ലെവൽ ഇതിനേക്കാളും കുറച്ചുകൂടെ ലെവൽസ് കുറഞ്ഞതായിരിക്കും. പക്ഷെ ഈ കാര്യങ്ങൾ എറർ സ്പോട്ടിങ്ങും റിപ്പോർട്ടഡ് സ്പീച്ച്, പാസീവ് ആൻഡ് ആക്റ്റീവ് വോയിസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്ത്. പക്ഷെ ഇത്രയും ഒരു കടുകട്ടിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല പി എസ് സിക്ക് വരിക. കുറച്ചൊരു ലെവല് നിങ്ങൾക്ക് എന്താ പറയാ, കുറച്ചുകൂടെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതേപോലുള്ള എറർ സ്പോട്ടിംഗ് ഒക്കെ തന്നെയാണ്. പക്ഷെ ഇതിനകത്തൊരു കാര്യം എന്താ വെച്ചാൽ, ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് കുറച്ച് എഡിറ്റോറിയൽ ബേസ് ആയിട്ടുള്ള ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഒന്ന് തന്നെയാണെങ്കിലും ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ബാങ്കിങ് എക്സാംസിന് ഡിഫറെന്റ് ആയിട്ട് വരിക. പി എസ് സിയുടെ ഒരുപാട് വീഡിയോസും ഒരുപാട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസും PYQസും അതുപോലെ ക്വിസസും ഒക്കെ എൻട്രിയിൽ അവൈലബിൾ ആണ് കേട്ടോ. എക്സലന്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഫാക്കൽറ്റീസ് ക്ലാസ് എടുക്കുന്നുണ്ട്. സോ ഡോണ്ട് വെറി അറ്റ് ഓൾ, നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. നമുക്ക് എൻട്രിയുടെ നിങ്ങൾ യൂട്യൂബ് ചാനൽസ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒരുപാട് സക്സസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മീറ്റപ്സിലൊക്കെ ആയിരക്കണക്കിന് ആൾക്കാരാണ് വരുന്നത്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ദെയർ. ഓക്കെ, സോ ഡോണ്ട് വറി, വി ആർ ദെയർ വിത്ത് യു. ഓക്കെ, സോ ഇതിന് ലെവൽ കുറച്ച് കുറവായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വന്ദന. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഇൻ ടു ദ ടോപ്പിക്. ഫ്രം റൂൾസ് ടു റിസൾട്ട്സ് അല്ലെ, നമുക്ക് റിസൾട്ട് ആണ് ആവശ്യം. ഫ്രം റൂൾസ് ടു റിസൾട്ട്സ് വി ആർ ഡിസ്കസിങ് കീ ഗ്രാമർ കോൺസെപ്റ്റ്സ് ഫോർ എക്സാം സക്സസ്. ഓക്കെ, സോ ആദ്യത്തേത് ഒരു കോംപ്ലക്സ് സെന്റൻസ് നിങ്ങൾക്ക് തരിക. സിമ്പിൾ സെന്റൻസ് ആയിരിക്കില്ല, അത് ആദ്യം മനസ്സിലാക്കാം. ഒരു കോംപ്ലക്സ് സെന്റൻസിന്റെ സബ്ജക്ട് വെർബ് ആൻഡ് എഗ്രിമെന്റ് എങ്ങനെയായിരിക്കും? എപ്പോഴും നമുക്ക് വരാൻ സാധ്യതയുള്ളത് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ആണ്. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസിലും ഇപ്പൊ ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട് ഒരു വേർഡ് ചിലപ്പോൾ റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും അതിന്റെ ആൻസർ വരിക, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രോനൗണിലുള്ള വ്യത്യാസമായിരിക്കാം, അല്ലെങ്കിൽ സബ്ജക്ട് വെർബുമായിട്ട് എഗ്രി ചെയ്യാതിരിക്കുന്നതിന്റെ ആയിരിക്കാം അവിടെ ആൻസർ തെറ്റായിട്ട് വരിക. നിങ്ങളുടെ എറർ സ്പോട്ടിംഗ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾ എന്താണ്? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കും. ഞാനിത് മുഴുവൻ വായിച്ചു പോവില്ല, ഇത് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, സോ ബേസിക് ആയിട്ടുള്ള റൂൾ എന്ന് വെച്ചാൽ സബ്ജക്റ്റ് എന്താണ്? സബ്ജക്റ്റ് സിംഗുലർ ആണ് എങ്കിൽ വെർബ് ഓൾസോ വിൽ ബി സിംഗുലർ അല്ലേ? യെസ്, ഓക്കെ, വെരി ഗുഡ് വന്ദന, കീപ് ഓൺ ഡൂയിങ്. ഡെഫിനറ്റ്ലി ഇംപ്രൂവ്ഡ് ആവും. എൻ്റെ എക്സ്പീരിയൻസിൽ ഡെഫിനറ്റ്ലി ഇംപ്രൂവ്ഡ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. സോ ഇഫ് യു കീപ് വാച്ചിങ് ദീസ് കൈൻഡ്സ് ഓഫ് ചാനൽസ്, അതുപോലെ തന്നെ ഇഫ് യു റീഡ് ഹിന്ദു ന്യൂസ് പേപ്പർ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ന്യൂസ് പേപ്പറാണ്, വായിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ്ഡ് ആവും. ഓക്കെ,
സോ നമ്മൾ പറഞ്ഞു വരുന്നത് സബ്ജക്ട് സിംഗുലർ ആവുമ്പോൾ വെർബ് ഓൾസോ വിൽ ബി സിംഗുലർ. ഇഫ് ദ സബ്ജക്ട് ഇസ് പ്ലൂറൽ വെർബ് ഓൾസോ വിൽ ബി പ്ലൂറൽ. ഈ ബേസിക് റൂൾ എല്ലാവർക്കും അറിയാം. പക്ഷെ സബ്ജക്ട് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് കണ്ടുപിടിക്കലാണ് നമ്മളുടെ പ്രോബ്ലം. ഓക്കെ, ഒരു കോംപ്ലക്സ് സെന്റൻസിൽ കുറെ വേർഡ്സ് ഇന്റർവൈനിങ് ആയിരിക്കും. ഇസ്ന്റ് ഇറ്റ്? ഇങ്ങനെ ഇടകലർന്ന് നിൽക്കുന്ന വേർഡ്സ് ഉണ്ടാവും, ക്ലോസസ് ഉണ്ടാവും, ട്രിക്കി സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. നിങ്ങൾ ഒബ്വിയസ്ലി ഇതാണ് ബാങ്കിങ്ങിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ കോംപ്ലക്സ് സെന്റൻസ് ഉണ്ടാവും, ഇന്റർവീനിങ് വേർഡ്സ്, ക്ലോസസ് ആൻഡ് ട്രിക്കി സ്ട്രക്ചർ. ഇതിന്റെ അടുക്കുന്ന സബ്ജക്ട് കണ്ടുപിടിച്ച് ആ സബ്ജക്ട് എന്താണെന്ന് നമ്മൾ നോക്കണം. നമ്മൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വെർബ് ഐഡന്റിഫൈ ചെയ്യാനും അത് കറക്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. സെക്കൻഡ് വൺ, ആദ്യത്തെ റൂളാണ് കേട്ടോ. ഇത് ഫസ്റ്റ് റൂളാണ്, മറ്റത് ബേസിക് റൂൾ ആയിരുന്നു. ഇവിടെ കണ്ടോ, വേർഡ്സും ഫ്രേസസും സബ്ജക്റ്റിന്റെയും വെർബിന്റെയും ഇടയ്ക്ക് വരും. ദ ബൊക്കെ ഓഫ് റോസസ്, ഇത് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. ഇസ്ന്റ് ഇറ്റ്? ഓഫ് റോസസ് എന്നിവിടെ കൊടുത്തേക്കുന്നത് ഇറ്റ് ഈസ് ഗിവിംഗ് എൻ അഡീഷണൽ ഇൻഫർമേഷൻ. ഇസ്ന്റ് ഇറ്റ്? അപ്പൊ ഈ ഓഫ് റോസസ് ആക്ച്വലി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഈ റോസസ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്ത്, ആറായിരിക്കും കറക്റ്റ് ആൻസർ എന്ന്. പക്ഷെ ആറല്ല. റോസസ് വരുമ്പോൾ ആൻസർ എന്ത് തന്നെയാണ് വരേണ്ടത്? ഈസ് തന്നെയാണ്. കാരണം ബൊക്കെയാണ് പറയുന്നത്. ബൊക്കെ എന്ത് നൗൺ ആണ്? ഇറ്റ്സ് എ കളക്റ്റീവ് നൗൺ അല്ലെ? ബൊക്കെ എന്ന് പറയുന്നത് കളക്റ്റീവ് നൗൺ ആയത് കാരണം ഈസ് ഇസ് ദ റൈറ്റ് ആൻസർ. ആർ ഇവിടെ റോങ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. ഓക്കെ, എക്സാം ട്രാപ്പ് വരാൻ സാധ്യതയുള്ള, എസ്പെഷ്യലി ബാങ്കിങ്ങിന്റെ എക്സാമിന്റെ ട്രാപ്പ് വരാൻ സാധ്യതയുള്ളത് എങ്ങനെയാണ്? പ്രിപ്പോസിഷണൽ ഫ്രേസസ് ലൈക്ക് ഓഫ്, അലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ആസ് വെൽ ആസ്, ഇൻ അഡിഷൻ ടു, ഇതൊന്നും നമ്പർ ഓഫ് ദ സബ്ജക്റ്റിനെ എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. ശ്രദ്ധിച്ചോണം. ഓഫ്, അലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ആസ് വെൽ ആസ്, ഇൻ അഡിഷൻ ടു, ഉറപ്പായിട്ടും ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ, ദ ടീച്ചർ അലോങ് വിത്ത് ദ സ്റ്റുഡൻസ്. നമ്മൾ ഇത് ശ്രദ്ധിക്കേ വേണ്ട. ഇവിടെ ആരാണ് സബ്ജക്ട്? ടീച്ചർ ആണ് സബ്ജക്ട്. സോ ഈസ് ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമ്മൾ പെട്ടെന്നാണ് കേട്ടോ പോകുന്നത്. സെക്കൻഡ് വൺ, റിലേറ്റീവ് ക്ലോസസ് അല്ലെ? ഒരു ക്ലോസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. റിലേറ്റീവ് ക്ലോസസ് വരുമ്പോ, അതായത് വെർബ് എഗ്രി വിത്ത് ദ നൗൺ ദാറ്റ് ക്ലോസ് മോഡിഫൈസ് അല്ലെ? ക്ലോസ് ആരെയാണോ മോഡിഫൈ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. Isn't it? We have to concentrate on the verb that agrees with the noun the clause modifies. ക്ലോസ് മോഡിഫൈ ചെയ്യുന്ന ആ നൗണിനെ, അതിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഷീ ഈസ് വൺ ഓഫ് ദ പ്ലേയേഴ്സ് അല്ലെ? ഇവിടെ പ്ലേയേഴ്സ് കണ്ടു. ഇതിപ്പോ എല്ലാവരും ഇംഗ്ലീഷ് യൂസേജിൽ തെറ്റുന്നതാ. ഷീ ഈസ് വൺ ഓഫ് മൈ ഫ്രണ്ട് എന്ന് പറയും. ആക്ച്വലി അത് അവിടെ പ്ലൂറൽ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഫ്രണ്ട്സ്, ഷീ ഈസ് വൺ ഓഫ് മൈ ഫ്രണ്ട്സ് അല്ലെ? വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്നാണ് പറയേണ്ടത്. അപ്പം ഷീ ഈസ് one of the players who have scored അല്ലെ? ഷീ ഈസ് വൺ ഓഫ് ദ പ്ലേയേഴ്സ് ഹു, എന്താണ് ഇവിടെ? ഹാസ് അല്ല വേണ്ടത്, ഹാവ് ആണ് വേണ്ടത്. ഓക്കെ, പക്ഷെ ഇവിടെ അവള് പ്ലേയേഴ്സിൽ ഒരുവളാണ്. അപ്പൊ നമ്മളുടെ ഇവിടെ കാര്യം എന്താണ്? റെഫേഴ്സ് ടു ദ പ്ലേയേഴ്സ്. സോ പ്ലൂറൽ ആയിട്ടുള്ള ഹാവ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഹി ഈസ് only one of the players who has scored. He is only one അല്ലെ? ഇവിടെ എന്താണ്? only one എന്ന് പറഞ്ഞിട്ടുണ്ട്. one refers to singular, അതുകൊണ്ട് ആൻസർ ഇസ് ഹാസ്. ഇതിന്റെ വ്യത്യാസം മനസ്സിലായല്ലോ? റിലേറ്റീവ് ക്ലോസ് വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തിലെയാണ്? അതായത് ആരാണ് ഇവിടെ സ്കോർ ചെയ്തത് സെഞ്ചുറീസ്? റെഫേഴ്സ് ടു ദ പ്ലേയേഴ്സ് അല്ലെ? അവൾ പ്ലേയേഴ്സിൽ ഒരുവളായിരുന്നു. സോ വൺ ഓഫ് ദ പ്ലേയേഴ്സ് എന്ന് വന്ന കാരണം പ്ലൂറൽ ആണ്. ഇവിടെ only one of the player എന്നാ പറഞ്ഞേക്കുന്നത്. ഷീ ഈസ് വൺ അല്ലെങ്കിൽ ഹി ഈസ് only one. അപ്പൊ ഒരാളേ ഉള്ളൂ, പ്ലെയറിൽ ഒരാളേ ഉള്ളൂ. ഇവിടെ പ്ലേയേഴ്സ് ഉള്ള കാരണം ഹാവും, ഇവിടെ ഒരാളുള്ളത് കാരണം ഹാസും വന്നു. ക്ലിയർ ആണോ? സെക്കൻഡ് വൺ, തേർഡ് റൂൾ എന്ന് വെച്ചാൽ ആൻഡ് വെച്ച് ജോയിൻ ചെയ്യുന്ന സബ്ജക്ട്സ് പ്ലൂറൽ ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം ബ്രെഡ് ആൻഡ് ബട്ടർ ആർ അല്ലെ? ഇനി ചില കാര്യത്തില് ബ്രെഡ് ആൻഡ് ബട്ടർ, പെൻ ആൻഡ് പേപ്പർ, ഇതൊരു കോമ്പിനേഷൻ ആണ് അല്ലെ? ചില സിറ്റുവേഷൻസിൽ ഇതൊരു കോമ്പിനേഷൻ ആയിട്ട് കാണാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ അതിനെ ഒരു യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നും പറയാറുണ്ട്. ഓക്കെ, ബ്രെഡ് ആൻഡ് ബട്ടർ, അതുപോലെ പെൻ ആൻഡ് പേപ്പർ അല്ലെ? ഇത് ഒരുമിച്ച് വരുന്ന സാധനം അല്ലേ പെൻ ആൻഡ് പേപ്പർ, isn't it? അപ്പൊ ഈ ആൻഡിനെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ഇസ് വിത്ത് മീ എന്ന് പറഞ്ഞാലും തെറ്റില്ല എന്ന് ഇംഗ്ലീഷ് യൂസേജ് വരുന്നുണ്ട്. ഓക്കെ, സോ ബ്രെഡ് ആൻഡ് ബട്ടർ എന്നുള്ളത് ആറായിട്ടും യൂസ് ചെയ്യും. ഇഫ് ഇറ്റ് ഇസ് കൺസിഡർഡ് ടു ബി സിംഗുലർ, ഒരൊറ്റ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഈസും അവിടെ കറക്റ്റ് ആണ്. റൂൾ 3 മനസ്സിലായല്ലോ? ആൻഡ് വെച്ച് രണ്ട് വാക്കുകൾ കമ്പൈൻ ചെയ്തോ,
രാമു ആൻഡ് സോമു ആർ ഫ്രണ്ട്സ്. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ അത്? യെസ്. ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ ഓർ അല്ലെങ്കിൽ നോർ വെച്ചിട്ട് വെർബ് കമ്പൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിയറർ ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണോ, അതായത് വെർബിന്റെ ഏറ്റവും അടുത്തുള്ള സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റ് ആണ് കറക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. Isn't it? So either the manager or the employees. ഇവിടെ അടുത്ത് വന്നേക്കുന്നത് ഏതാ? എംപ്ലോയീസ് ആയത് കാരണം ആറാണ്. ഇനി തിരിച്ചാണെങ്കിലോ either the employees or the manager. മാനേജർ ആയത് കാരണം ഈസ്. മനസ്സിലായല്ലോ? ഓർ വെച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ ഏറ്റവും അടുത്ത് എന്താണോ വരുന്നത് അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതായത് വെർബിന്റെ ഏറ്റവും അടുത്ത് വന്നേക്കുന്നത് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആകും, സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആകും. ക്ലിയർ ആയല്ലോ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? ഇനി യെസ്, ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ഉണ്ട് അല്ലെ? ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് സിംഗുലർ ഓർ പ്ലൂറൽ കൺഫ്യൂസ്ഡ് ആണ് അല്ലെ? നമുക്ക് എപ്പോഴും വരുന്നത് ഈ വേർഡ്സ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോ, ഇത് വളരെ നോട്ട് ചെയ്യേണ്ട വേർഡ്സ് ആണ്. ഈച്ച്, എവ്രി വൺ, എവ്രിബഡി, ഈതർ, neither, someone, somebody, anyone, anybody, no one, nobody. Indefinite pronouns. എന്തുകൊണ്ടാ ഇൻഡെഫിനിറ്റ്? ക്ലാസ്സിൽ ടീച്ചർ വന്നിട്ട് somebody please give me a notebook എന്നാ പറയുക അല്ലെ? ആരെങ്കിലും ഒരു നോട്ട്ബുക്ക് തരിക, ഡെഫിനറ്റ്ലി ഒരാളിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. അത് കാരണം അതിനെ കോൾ ചെയ്യുന്നത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ്. അപ്പൊ ഈ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ഓർത്ത് വെക്കണം. ഇത് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? സിംഗുലർ ആണ്. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആർ ഓൾവേസ് സിംഗുലർ. ഓക്കെ, യെസ്. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്താണ്? സിംഗുലർ ആണ്. അപ്പൊ എവ്രി വൺ ഈസ് ഹാപ്പി. എവ്രി വൺ ഒരുപാട് പേരുണ്ട്, ആർ ഹാപ്പി എഴുതാന്ന് വിചാരിക്കരുത്. പക്ഷെ എന്നെങ്കിൽ ചില പ്രോനൗൺസ് ഉണ്ട്, ഫ്യൂ, മെനി, സെവറൽ, ബോത്ത് അല്ലെ? ഇതിനെ കൺസിഡർ ചെയ്യുന്ന പ്ലൂറൽ ആയിട്ടാണ്. ഫ്യൂ, മെനി, സെവറൽ, ബോത്ത് ഇത്രയും ഇതിനെ കൺസിഡർ ചെയ്യുന്ന എന്തായിട്ടാണ്? പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യണേ. ഇനി ഓഫ് വെച്ചിട്ട് വരുന്ന ഒരു സംഭവങ്ങളുണ്ട്. ഓൾ ഓഫ് ദ മണി. ഓൾ ഓഫ് ദ മണി, മണി ഇവിടെ എന്താണ്? സിംഗുലർ ആണ്. മണി ഓൾവേസ് കൺസിഡർ ടു ബി സിംഗുലർ കേട്ടോ. ഓൾ ഓഫ് ദ മണി ഈസ് ഗോൺ. ഓൾ ഓഫ് ദ സ്റ്റുഡൻസ്, സ്റ്റുഡൻസ് പ്ലൂറൽ ആയത് കാരണം ആർ പ്രസന്റ്. ഓൾ ഓഫ് ദ മണി ഈസ് ഗോൺ, ഓൾ ഓഫ് ദ സ്റ്റുഡൻസ് ആർ പ്രസന്റ്. അടുത്തത് ഡിസ്റ്റൻസ്, എമൗണ്ട്, പീരീഡ് ഓഫ് ടൈം ഓൾവേസ് സിംഗുലർ. ഓർത്തോണം. 5 കിലോമീറ്റേഴ്സ്, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ടു മീ ആൻഡ് ഇച്ച് അല്ലെ? കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും പ്ലൂറൽ അല്ല, ഈസ് ആണ്. ഓക്കെ, 60 കിലോമീറ്റേഴ്സ് ആയിക്കോട്ടെ, 1000 കിലോമീറ്റേഴ്സ് ഇസ് എ ബിഗ് വേ അല്ലെ? 2 hours, 24 hours ആയിക്കോട്ടെ, 2 hours ആയിക്കോട്ടെ, 72 hours ആയിക്കോട്ടെ, ഈസ് ഇനഫ്. ഓക്കെ, ഈസ് ആണ്. സോ ഇത് ഓർത്ത് വെക്കുക. ഡിസ്റ്റൻസ്, എമൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും സിംഗുലർ ആണ്. കളക്റ്റീവ് നൗൺസ്, ദ ടീം അല്ലെ? ദ ടീം ഈസ് വിന്നിങ്. ഓക്കെ, ഇനി ഒരു കാര്യം പറയാം. ദ കമ്മിറ്റി, കമ്മിറ്റി ഈസ് ഡിസ്കസിങ് അല്ലെ? ദ കമ്മിറ്റി മെമ്പേഴ്സ് ആവുമ്പോഴോ ആർ ഡിസ്കസിങ്. അവരെ സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യണേ. ഇവിടെ നോക്കിയേ, ദ ടീം ഈസ് വിന്നിങ്. ടീം എന്ത് ചെയ്യാണ്? വിൻ ചെയ്യാണ്. ദ ടീം ആർ ആർഗ്യൂയിങ്. എന്തുകൊണ്ടായിരിക്കും ഇവിടെ ടീം ആർഗ്യൂയിങ് വന്നേ? ഇതിന്റെ ബാക്കിയുള്ള സെന്റൻസ് കണ്ടോ? അമംഗ് ദെംസെൽസ് ഇല്ലേ? അമംഗ് ദെംസെൽസ് വരുമ്പോ ദേ ആർ കൺസിഡർഡ് ടു ബി ഇൻഡിവിജ്വൽസ്. ഓക്കെ, yes. Yeah, IBPS PO prelims will be held on 24th August 2025. Mains will be yes. ഇതുവരെ വന്നിട്ടില്ല. 17th of August പറഞ്ഞു. 3 ഡേറ്റ്സ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇതുവരെ അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ല. അതാണ് പ്രശ്നം വന്നത്. ഓക്കെ, യെസ്. ഓക്കെ, താങ്ക് യു വന്ദന. എനിവേസ്, സോ കളക്റ്റീവ് നൗൺസ് എപ്പോഴും സിംഗുലർ ആണ്. പക്ഷേ കളക്റ്റീവ് നൗണിന്റെ കൂട്ടത്തില് അമംഗ് ദംസെൽസ്, ടീം മെമ്പേഴ്സ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി പ്ലൂറൽ. ഇനി ഇൻവേർട്ടഡ് സെന്റൻസസ് വരും. അതായത് ദർ ഈസ് എ ബുക്കും പറയും, ദർ ആർ മെനി ബുക്സ്. അപ്പൊ ഈ ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈസ് ആണോ ആർ ആണോ യൂസ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, സോ ദർ ഇസ് എ പെൻ എന്നും പറയും. ദർ ഇസ് എ പെൻ. ദർ, ഈ ദർ കാണുമ്പോൾ നമ്മൾ ആർ ആണെന്ന് എഴുതി വെക്കരുത്. ദർ ആർ പെൻസ് അല്ലെ? ദർ ഇസ് എ പെൻ ഓൺ മൈ ടേബിൾ, ദർ ആർ പെൻസ് അല്ലെ? അങ്ങനെയും പറയാറുണ്ട്. ഓക്കെ, അതാണ് ഇൻവേർട്ടഡ് സെന്റൻസസിലെ. റീഡ് ദ ഫൈനൽ സബ്ജക്ട്. ഈ ഫൈനൽ സബ്ജക്റ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഇനി ടൈറ്റിൽസ്, നെയിംസ് ആൻഡ് ക്വോട്ടഡ് വേർഡ്സ് ഓൾവേസ് സിംഗുലർ. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാണുമ്പോൾ എസ് ഉണ്ട് എന്ന് ആർ എഴുതിയേക്കാന്ന് വിചാരിക്കരുത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരു സിംഗിൾ കൺട്രിയാണ്. ദ 3 മസ്കറ്റേഴ്സ്, മസ്കറ്റേഴ്സ് അതായത് നമ്മുടെ പുസ്തകങ്ങളുടെ പേരിൽ അല്ലെ എസ് വെച്ച് അവസാനിക്കുന്നുണ്ട് എങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്? അത് ആറാന്ന് എഴുതരുത്. അതൊരു പുസ്തകത്തിന്റെ പേരാണെങ്കിൽ ഇറ്റ് സിംഗുലർ. ഓക്കെ,
ഫ്രാക്ഷൻസ് ആൻഡ് പെർസെൻറ്റേജസ്. ഫ്രാക്ഷൻസ് 1/3 ഓഫ് ദ കേക്ക് അല്ലെ, അത് എപ്പോഴും എന്തായിരിക്കും? എഗ്രീസ് വിത്ത് ദ നൗൺ ആഫ്റ്റർ ഓഫ്. ഓഫിന് ശേഷം എന്താണോ വരുന്നത്, ഇവിടെ കേക്ക് ആയത് കാരണം ഈസ്. 1/3 ഓഫ് ദ പ്ലേയേഴ്സ്, പ്ലേയേഴ്സ് ആയത് കാരണം ആർ. അപ്പൊ 1/3 കാണുമ്പോൾ 1/3 എന്ന് കണ്ട് ധൃതി പിടിച്ച് എഴുതരുത്. നമ്മൾ എന്ത് ചെയ്യണം? കേക്ക് സിംഗുലർ ആയത് കാരണം ഈസും പ്ലേയേഴ്സ് പ്ലൂറൽ ആയത് കാരണം ആറുമാണ്. അപ്പൊ ഈ റൂൾസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വേണം എക്സാമിന് പോവാൻ വേണ്ടി. ഇനി ഈച്ച് ഓഫ്, എവറി വൺ ഓഫ്, മെനി തുടങ്ങുന്ന വേർഡ്സ് എല്ലാം സിംഗുലർ വെർബാണ്. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് അല്ലെ, ഒരുപാട് പേരുണ്ട്, എസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ആറ് എഴുതാൻ, പക്ഷെ ആൻസർ ഇസ് ഈസ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹിസ് വർക്ക്. മെനി എ മാൻ ഹാസ് ട്രൈഡ് ആൻഡ് ഫെയിൽഡ്. ഓക്കെ, മെനി എ മാൻ, ഒരുപാട് മനുഷ്യരുണ്ടെന്ന് വിചാരിക്കരുത്, പക്ഷേ ഹാസ് ആണ് ഇവിടെ വരുന്നത്, കാരണം ഇതാണ് ഇംഗ്ലീഷിന്റെ റൂൾ. 12ാമത്തെ റൂള് വൺ ഓഫ്, ഹൂ, ദാറ്റ്, സ്ട്രക്ചർ അല്ലെ. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മതി. ഷീ ഈസ് വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഹൂ വർക്ക് ഹാർഡ് ആണ് അല്ലെ. ഇവിടെ സ്റ്റുഡൻസിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യണേ അല്ലെ. റിലേറ്റീവ് ക്ലോസ് എന്താണോ അതിനെയാണ് കൺസിഡർ ചെയ്യണേ. അപ്പൊ ഹൂ ആയത് കാരണം സ്റ്റുഡൻസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ആരെ കുറിച്ചാണ് ഇവിടെ പറയണേ? ഹൂ. വി ആർ ടോക്കിംഗ് അബൌട്ട് സ്റ്റുഡൻസ്. അപ്പൊ സ്റ്റുഡൻസ് ആയത് കാരണം ആൻസർ ഇസ് എന്താ പറയാ? എസ്. സ്റ്റുഡൻസ് ആയത് കാരണം വർക്ക് ആണ് വേണ്ടത്, വർക്ക്സ് അല്ല. സ്റ്റുഡന്റ് ആയിരുന്നെങ്കിൽ വർക്ക് ആയിരുന്നേ, പക്ഷെ വൺ ഓഫ് ദ സ്റ്റുഡന്റ് നമ്മൾ ഒരിക്കലും പറയില്ല, വൺ ഓഫ് ദ സ്റ്റുഡൻസ് എന്നാണ് കറക്റ്റ് ആയിട്ട് പറയുക. ഷീ ഈസ് വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഹൂ. ഇവിടെ ശ്രദ്ധിച്ചോടെ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ റൂളാണ്. ഷീ ഈസ് വൺ ഓഫ് ദ സ്റ്റുഡൻസും ഷീ ഈസ് ഓൺലി വൺ ഓഫ് ദ സ്റ്റുഡൻസും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷീ ഈസ് വൺ ഓഫ് ദ സ്റ്റുഡൻസ് പറയുമ്പോൾ അവിടെ പ്ലൂറൽ ആയിട്ടും, ഷീ ഈസ് ദ ഓൺലി വൺ ഓഫ് ദ സ്റ്റുഡൻസ് പറയുമ്പോൾ അത് സിംഗുലർ ആയിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. ഓൺലി വൺ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു കുട്ടി എന്നുള്ളൊരു മീനിങ്ങിലാണ് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതിനകത്ത്? എല്ലാം ക്ലിയർ ആണോ സോ ഫാർ? ഇച്ചിരി സ്പീഡിലാണ് പോകുന്നത്, സോ ദാറ്റ് വി ക്യാൻ ഡു മോർ എക്സസൈസ്. ഓക്കെ, ഇത് പക്ഷെ നിങ്ങൾ പഠിച്ച റൂൾസ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ പോകുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എമൗണ്ട് പ്ലൂറൽ നൗൺ സിംഗുലർ വി സി ആസ് എ ഹോൾ, അതായത് 5000 rupees എന്ന് പറയുന്നത് ഒരു എമൗണ്ട് ആണ് അല്ലെ. അത് ഈസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. 5000 rupees ഈസ് എ ബിഗ് എമൗണ്ട് അല്ലെ. 60 miles നമ്മൾ പറഞ്ഞു, isn't it, is a long distance. ഓക്കെ, അപ്പൊ മൈൽസും കിലോമീറ്റേഴ്സും റുപ്പീസും ഒക്കെ വരുമ്പോൾ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യണം, ബിക്കോസ് ഇറ്റ് ഇസ് സീൻ ആസ് എ ഹോൾ. ഇനി a number of versus the number of. ശ്രദ്ധിച്ചോണേ, a number of വരുമ്പോൾ പ്ലൂറലും the number of വരുമ്പോൾ സിംഗുലറുമാണ്. ഇതൊക്കെയാണ് നമുക്ക് തെറ്റിപ്പോകുന്നത്. ഓക്കെ, സോ a number of എന്ന് പറയുന്നത് അതിന്റെ കൂട്ടത്തില്, അതായത് നമ്പർ ഓഫ് ഇഷ്യൂസ്, ഇഷ്യൂസ് എന്താണ്? പ്ലൂറൽ ആണ്, അതുകൊണ്ട് ഹാവ് വന്നു. നമ്പർ ഓഫ് ഇഷ്യൂ, ദ നമ്പർ ഓഫ് ഇഷ്യൂസ്, അവിടെ ദ ആയത് കാരണം ഈസ് ആണ് നമ്മൾ വന്നത്. അപ്പൊ എ നമ്പർ വരുമ്പോ പ്ലൂറലും ദ നമ്പർ വരുമ്പോൾ സിംഗുലറും. നമുക്ക് തിരിഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. എ നമ്പർ വരുമ്പോൾ നമ്മൾ സിംഗുലർ ആണെന്ന് എഴുതും, പക്ഷേ എ നമ്പർ ഓഫ് ഇഷ്യൂസ് ആണ്. അപ്പൊ ഇത് ശ്രദ്ധിക്കണം. ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇറ്റ് ഇസ് ഇംപെറേറ്റീവ് ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. അപ്പൊ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളത്, സോറി, നമ്പർ ഓഫ് ഇഷ്യൂസ് എന്നുള്ളത് പ്ലൂറൽ ആയിട്ടും ദ നമ്പർ ഓഫ് ഇഷ്യൂസ് സിംഗുലറുമാണ്. ഓക്കെ, അടുത്തത് മോർ ദാൻ വൺ എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ്. മോർ ദാൻ വൺ സ്റ്റുഡൻറ് അല്ലെ എന്ന് പറയുന്നത്, മോർ ദാൻ, ഒന്നിൽ കൂടുതൽ സ്റ്റുഡൻറ് എന്നാണ് മെൻഷൻ ചെയ്യുന്നത് എങ്കിൽ പോലും മോർ ദാൻ വൺ എപ്പോഴും എന്താണ്? സിംഗുലർ, ഡിസ്പൈറ്റ് ബീങ് പ്ലൂറൽ ഇൻ മീനിങ്. മോർ ദാൻ വൺ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്, അപ്പൊ നമുക്ക് പ്ലൂറൽ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ എന്നെങ്കിൽ ആൻസർ എങ്ങനെയാണ് വരേണ്ടത്? മോർ ദാൻ വൺ ഇസ് കൺസിഡർഡ് ടു ബി സിംഗുലർ. ഹാസ് ഫെയിൽഡ് ആണ് വേണ്ടത്, ഹാവ് ഫെയിൽഡ് അല്ല. ഓക്കെ, ഒരു എക്സെപ്ഷൻ ഉണ്ട്. മോർ ദാൻ വൺ ബോയ് ആൻഡ് വൺ ഗേൾ. അപ്പൊ ഇവിടെ എന്താണ്? ആൻഡ് വെച്ച് ഇത് കമ്പൈൻ ചെയ്തു. അപ്പൊ എന്താണിത്? ആർ മിസ്സിംഗ്. മോർ ദാൻ വൺ ബോയ് ആൻഡ് വൺ ഗേൾ ആർ മിസ്സിംഗ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? എന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ലേ? മോർ ദാൻ വൺ സാധാരണഗതിയിൽ എന്താണ്? സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യണത്. പക്ഷേ എങ്കിൽ മോർ ദാൻ വൺ ബോയ് ആൻഡ് വൺ ഗേൾ, അവിടെ ആൻഡ് വെച്ച് കമ്പൈൻ ചെയ്തപ്പോൾ അത് പ്ലൂറൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനി നൺ ഓഫ് പ്ലസ് പ്ലൂറൽ നൗൺ അല്ലെ. നൺ ഓഫ് ദ ഇൻഫർമേഷൻ, നൺ ഓഫ് ദ ഇൻഫർമേഷൻ, ഇൻഫർമേഷൻ എന്താണ്? സിംഗുലർ അല്ലെ. സിംഗുലർ ആയത് കാരണം ഈസ് യൂസ്ഫുൾ ആണ്. നൺ ഓഫ് ദ പ്ലേയേഴ്സ്, പ്ലേയേഴ്സ് എന്താണ്? പ്ലൂറൽ ആണ്, അത് കാരണം ആർ ഫിറ്റ് ടു പ്ലേ. മനസ്സിലായല്ലോ? നൺ ഓഫ് യൂസ് ചെയ്യുമ്പം അത് സിംഗുലറും ആകാം പ്ലൂറലും ആകാം,
അപ്പൊ ആരെ കുറിച്ചാണോ പറയുന്നത് അതാണ് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. നൺ ഓഫ് ദ ഇൻഫർമേഷൻ ഇസ് യൂസ്ഫുൾ, നൺ ഓഫ് ദ പ്ലേയേഴ്സ് ആർ ഫിറ്റ് ടു പ്ലേ. ഇത് നിങ്ങൾ എങ്ങനെ ഓർത്തിരിക്കും എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വന്നേക്കാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമാണ്, നിങ്ങൾ ഇത് എടുത്തിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഡെയിലി യൂസിൽ എങ്ങനെയെങ്കിലും ഒക്കെ ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, മനഃപൂർവ്വമായിട്ട് ആരെങ്കിലും പഠിപ്പിക്കാനായിട്ടാണെങ്കിലോ നിങ്ങൾ പരസ്പരം ആരോടെങ്കിലും കോൺവേഴ്സ് ചെയ്യാനായിട്ടാണെങ്കിലും ഒക്കെ കുറച്ചെങ്കിലും ഒക്കെ ഭാഷ ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, അപ്പോഴാണിത് നമുക്ക് നന്നായിട്ട് ഹൃദ്യസ്ഥമാവുള്ളൂ, എന്നാലേ എക്സാംസ് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ടൈറ്റിൽസ് എൻഡിങ് വിത്ത് എസ് അല്ലെ, ഗുലിവേഴ്സ് ട്രാവൽസ്, ദ യുണൈറ്റഡ് നേഷൻസ് അല്ലെ, ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസിന്റെ ഒരു ഭാഗമാണ് എങ്കിൽ പോലും ഇറ്റ് ഇസ് കൺസിഡർഡ് ടു ബി സിംഗുലർ. ഓക്കെ, സിംഗുലർ ആണ്. ഗ്രൂപ്പ് യുണൈറ്റഡ് നേഷൻസ് ഈസ് എ ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് ഹെഡ്ക്വാർട്ടേഡ് ഇൻ ന്യൂയോർക്ക്. ഗുലിവേഴ്സ് ട്രാവൽസ് ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക്. ഓക്കെ, പ്ലൂറൽ ഫോം ഉണ്ട്. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, സിവിക്സ്, ഇക്കണോമിക്സ് അല്ലെ, ഇങ്ങനെയുള്ള സബ്ജക്ട്സ് എല്ലാം എന്താണ്, പ്ലൂറൽ ഫോമിലാണെങ്കിലും സിംഗുലർ മീനിങ് ആണ്. നമുക്കറിയാം മാത്തമാറ്റിക്സ് ആർ മൈ ഫേവറേറ്റ് സബ്ജക്ട് നമ്മൾ ഒരിക്കലും പറയില്ല, ഈസ് മൈ ഫേവറേറ്റ് സബ്ജക്ട്, അതാണ് പറയണ്ടേ. ഇനി അതുപോലെ തന്നെ അസുഖങ്ങളില്ലേ, മീസിൽസ്, isn't it? മീസിൽസ് ഉണ്ട്, അതുപോലെ എസ് വെച്ച് എന്ത് ചെയ്യുന്ന അസുഖങ്ങൾ അല്ലെ, അതെല്ലാം എന്താണ്, നമ്മൾ സിംഗുലർ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എപ്പോഴും തെറ്റ് വരാൻ സാധ്യതയുള്ള ഒരു കാര്യം ഇതാണ്, ദ പോലീസ് ഈസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ കേസ് നമ്മൾ പറഞ്ഞു പോകും. പക്ഷെ പോലീസിനെ ഒരു കംപ്ലീറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ പോലീസ് ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ കേസ് ഇസ് ദ റൈറ്റ് തിങ്. ദ കാറ്റിൽ ആർ ഗ്രേസിംഗ് അല്ലെ, കാറ്റിലിനെ ഒരു കംപ്ലീറ്റ് ആയിട്ടും പോലീസിനെ ഒരു കംപ്ലീറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സിംഗുലർ ഫോം ആണെന്ന് തോന്നും, പക്ഷെ പ്ലൂറൽ മീനിങ് ആയത് കാരണം ആറ് അല്ലെങ്കിൽ പ്ലൂറൽ ഫോം ഓഫ് ദ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? കളക്റ്റീവ് നൗൺ സിംഗുലർ ആണ് ഡിപ്പെൻഡിങ് ഓൺ ദ മീനിങ്. കമ്മിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു, കമ്മിറ്റി ഹാസ് ആണ് ബിക്കോസ് ഇറ്റ് ഇസ് എ കളക്റ്റീവ് നൗൺ അല്ലെ, ഇതൊരു കളക്റ്റീവ് നൗൺ ആയത് കാരണമാണ് കമ്മിറ്റി എന്ന് പറയുന്നത് സിംഗുലർ ആയത് അല്ലെ. ഇവിടെ നോക്കിയേ, ദ കമ്മിറ്റി ആർ ഡിവൈഡഡ് ഇൻ ദെയർ ഒപ്പീനിയൻസ്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ദ കമ്മിറ്റി ഈസ് ഡിവൈഡഡ് ഇൻ ദെയർ ഒപ്പീനിയൻസ്, നിങ്ങൾ എന്ത് ചെയ്യും, ഈ ദെയർ മാറ്റി അങ്ങോട്ട് ഇതാണ് തെറ്റ്. ഓക്കെ, നിങ്ങൾ സെന്റൻസ് ഐഡന്റിഫിക്കേഷൻ ആണെങ്കിൽ ഇത് തെറ്റാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ദ കമ്മിറ്റി ഈസ് ഡിവൈഡഡ് ഇൻ ഇറ്റ്സ് ഒപ്പീനിയൻസ് എന്ന് കൊടുക്കും. ഓക്കെ, ഇവിടെ ഇതാണ് റോങ് വരിക. ദ കമ്മിറ്റി ഇറ്റ്സ് അല്ല വരേണ്ടത്, ദെയർ ആണ്. ദ കമ്മിറ്റി ആർ ഡിവൈഡഡ് ഇസ് ദ റൈറ്റ് ആൻസർ. ഇത് തെറ്റായിട്ടുള്ള ആൻസർ ആണ്. കാര്യം മനസ്സിലായാലോ എന്തുകൊണ്ടാണെന്ന്? കമ്മിറ്റി എന്ന് പറയുന്നത് ഈവൻ ദോ സിംഗുലർ ആണ്, അത് ഒരുമിച്ച് നിൽക്കുമ്പോൾ. ഇനി കമ്മിറ്റിയിൽ പല അഭിപ്രായങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ പല ആൾക്കാരാണ് അവിടെ ഉള്ളത് അല്ലെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആറായിട്ട് അത് പ്ലൂറൽ ആയിട്ട് കൺസിഡർ ചെയ്യും. There is and they are അല്ലെ, there is a pen and two notebooks on the table. There is a pen, ഇവിടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളത് ഏതാണോ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. there is a pen, there are pens അല്ലെ. ഇവിടെ ഏറ്റവും നിയറസ്റ്റ് ആൻഡ് വെച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളത് ഏതാണോ അതിനനുസരിച്ചാണ് എടുക്കേണ്ടത്. there are two notebooks, ഇവിടെ two notebooks ആയത് കാരണം ആറാണ് വേണ്ടത്. ഓക്കെ, so there is a pen, there are two notebooks. റിലേറ്റീവ് പ്രൊനൗൺസ് എങ്ങനെയാ വരേണ്ടത്? മാച്ച് വിത്ത് ദ ആന്റിസിഡൻസ്, അതായത് ഐ. ഹൂ ഈസ് യുവർ ഫ്രണ്ട് അല്ല, ഐ ആം എന്നാണ് പറയുന്നത് അല്ലെ. യു ആർ, isn't it? ക്ലിയർ ആയില്ലേ? യു വരുമ്പോ ആറും ഐ വരുമ്പോ ആമും ആണ്. ഇതിന്റെ ഇടയ്ക്ക് ഹൂ എന്ന റിലേറ്റീവ് പ്രൊനൗൺസ് ഉണ്ടെങ്കിലും ഇറ്റ് ഡസന്റ് മാറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഫ്രാക്ഷൻസ് ആൻഡ് പെർസെന്റേജസ് നമ്മൾ പറഞ്ഞു. ഫ്രാക്ഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, 1/3 എന്നൊക്കെ കണ്ടാലും നമ്മൾ ഈസ് ആണ് യൂസ് ചെയ്യേണ്ടത്. 50% of the work is done, are done അല്ല. 50% of the workers are absent. ഇവിടെ 50% of the work സിംഗുലർ ആയത് കാരണം ഈസ് ഡൺ. 50% of the workers ഇവിടെ പ്ലൂറൽ ആയത് കാരണം ആറ് വന്നു. ക്ലിയർ ആയോ? 50% of the work. ഇനി എവറി ഓർ ഈച്ച് ബിഫോർ ടു ഓർ മോർ സിംഗുലർ നൗൺസ് അല്ലെ. എവറി ബോയ് ആൻഡ് ഗേൾ അല്ലെ, എവരി ആൻഡ് ഈച്ച് രണ്ടെണ്ണത്തിന് മുമ്പ് ഇവിടെ ആൻഡ് വെച്ച് നമ്മൾ എന്ത് ആൻഡ് വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി പ്ലൂറൽ എന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ ഇവിടെ ഒരു എക്സെപ്ഷൻ, എവരി ബോയ് ഈച്ച് പെൻ ആൻഡ് പെൻസിൽ അല്ലെ, അവിടെ എല്ലാം നമുക്ക് സിംഗുലർ ആണ് യൂസ് ചെയ്യേണ്ടത്. ഈച്ചും എവരിയും വരുമ്പോൾ അവിടെ സിംഗുലർ വെർബാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ,
ആൻഡ് ലാസ്റ്റ് റൂൾ, ഇനിയും ഒരുപാട് റൂൾ ഉണ്ട്, എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കില്ലാത്ത കാരണം ഞാൻ 25 റൂളില് സബ്ജക്ട് വേർബ് എഗ്രിമെന്റിന്റെ ഈ ഒരു ടോപ്പിക് ഇവിടെ നിർത്തും. ഓക്കെ, കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ എടുത്ത് ഡിസ്കസ് ചെയ്തു. ഇനി ആസ് വെൽ ആസ്, അലോങ് വിത്ത്, ടുഗദർ വിത്ത്, ഇതെല്ലാം ഉണ്ടെങ്കിലും സിംഗുലർ ആണ്. ദ ടീച്ചർ അലോങ് വിത്ത് ദ സ്റ്റുഡൻസ്, ഇസ്ന്റ് ഇറ്റ്? അലോങ് വിത്ത് ദ സ്റ്റുഡൻസ് എന്നുള്ളത് എന്താണ്? അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടീച്ചർ ആണ്. ടീച്ചർ ഇസ് ദ സബ്ജക്ട്. ഓക്കെ, ടീച്ചർ സബ്ജക്ട് ആയത് കാരണം എന്താണ് ഇവിടെ വരേണ്ടത്? ഈസ് അറ്റൻഡിങ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സ്റ്റുഡൻസ് അലോങ് വിത്ത് ദ ടീച്ചർ ആണെങ്കിൽ ആർ അറ്റൻഡിങ്, കാരണം അവിടെ സബ്ജക്ട് സ്റ്റുഡൻസ് ആണ്. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടോ? ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ എക്സസൈസിലേക്ക് പോവാം. ഓക്കെ, ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്യണേ. എക്സസൈസ് വരുമ്പോൾ എല്ലാവരും ആൻസർ ചെയ്യണം. ഓക്കെ, ദ നമ്പർ ഓഫ് റോഡ് ആക്സിഡൻസ് ഇൻ ദ സിറ്റി. ഇത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ABCD കൊടുത്തിട്ടുണ്ട്. ഒരു സെന്റൻസിനെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ അവസാനത്തത് നോ എറർ ആണ്. ഓക്കെ, അപ്പം 1, 2, 3, 4 ഇതിൽ എയിലാണോ, ബിയിലാണോ, സിയിലാണോ, ഡിയിലാണോ ഇതിനകത്ത് മിസ്റ്റേക്ക് വന്നേക്കുന്നത് എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, ദ നമ്പർ ഓഫ് റോഡ് ആക്സിഡൻസ് ഇൻ ദ സിറ്റി have increased sharply over the past few months despite strict traffic rules. ഇവിടെ ഏതായിരിക്കും തെറ്റിയേക്കുന്നത്? ഏതായിരിക്കും ആൻസർ? ആൻസർ ചെയ്തോളൂ, വേഗം ആൻസർ ചെയ്തോളൂ. യെസ്, യെസ് അഭിനന്ദ്, യുവർ ആൻസർ ഇസ് റൈറ്റ്. ഇവിടെയാണ് പ്രശ്നം. അവിടെ എങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുക? ആൻസർ എങ്ങനെ വരും? ഇത് ഹാവ് അല്ല വരിക, ഇവിടെ ഹാസ് ആണ് വരിക. എന്തുകൊണ്ടാണ്? ദ നമ്പർ ഓഫ് റോഡ് ആക്സിഡൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. യെസ്, എറർ ഇൻ പാർട്ട് ബി, കറക്റ്റ് ആണ് കേട്ടോ. നമ്പർ ഓഫ് റോഡ് ആക്സിഡൻസിൽ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? വി കൺസിഡർ ഇറ്റ് ആസ് സിംഗുലർ. ഓക്കെ, നമ്പർ ഇസ് കൺസിഡർ ടു ബി സിംഗുലർ. ഓക്കെ, ഇവിടെ ഒരു ട്രാപ്പ് വരാൻ സാധ്യത എന്താണ്? ആക്സിഡൻസ് എന്ന രീതിയിൽ നിങ്ങളിത് മുന്നോട്ടേക്ക് പോകും അല്ലെ. എന്നിട്ട് വേറെ ഏതെങ്കിലും, നിങ്ങൾക്ക് ഇത്ര സിമ്പിൾ ആയിരിക്കില്ല, കുറച്ചുകൂടെ വലിയൊരു എക്സാമ്പിൾ ആയിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പൊ വേറെ പാർട്ടിലേക്ക് നിങ്ങൾ പോയി ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കും. ഓക്കെ, അവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ എന്താ? ദ നമ്പർ ഓഫ് റോഡ് ആക്സിഡൻസിൽ നമ്പർ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് കാരണം ഹാസ് ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ വെർബ് എഗ്രി ചെയ്യേണ്ടത് എന്താണ്? മെയിൻ സബ്ജക്റ്റിനോടാണ്, അല്ലാതെ നോട്ട് ദ നൗൺ ഇൻ ദ എന്താ പറയാ, ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. ഓഫ് റോഡ് ആക്സിഡൻസ് എന്ന് പറയുന്നത് ഇതൊരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. ദ പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ത് ചെയ്യാൻ പാടില്ല? അതിലല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്നേക്കുന്ന നൗണിലേക്കാണ്. ഓക്കെ, സെക്കൻഡ് വൺ, സെക്കൻഡ് വൺ നോക്കിക്കോളൂ. ഏതാണ് ആൻസർ? neither of the loan applicants are eligible for the scheme as they have defaulted on previous repayment. ഏതായിരിക്കും ആൻസർ? ഏതായിരിക്കാം? എല്ലാവരും ആൻസർ ചെയ്യണേ. തെറ്റിപ്പൊക്കോട്ടെ, ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി അറ്റ് ഓൾ. നിങ്ങൾക്ക് ആ ഇൻഹിബിഷൻ വരുന്നത് എ അല്ല, നീദർ ഓഫ് ദ ലോൺ ആപ്ലിക്കൻസ് കറക്റ്റ് ആണ് അവിടെ. ഓക്കെ, നമ്മൾ അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. പാർട്ട് ബിയിലാണ് പ്രശ്നം വന്നേക്കുന്നത് കേട്ടോ. നീദർ ഓഫ് ദ ലോൺ ആപ്ലിക്കൻസ് എന്താണ്? ഈസ് എലിജിബിൾ ആണ്, ഇസ്ന്റ് ഇറ്റ്? യെസ്, നോ, ഇറ്റ്സ് നോട്ട് സി. അതെങ്ങനെയാണ്? ആസ് ദേ ഹാവ് ഡിഫോൾട്ടഡ്, കറക്റ്റ് അല്ലേ? ആസ് ദേ ഹാവ് ഡിഫോൾട്ടഡ് എന്നുള്ളത് നമുക്കിവിടെ വരേണ്ടത് എന്താണ്? നീദർ ഓഫ് ദ ലോൺ ആപ്ലിക്കൻസ് ഈസ് എലിജിബിൾ ഫോർ ദ സ്കീം. നീദർ നോന്റെ യൂസേജസ് ആണ് നമ്മൾ വരേണ്ടത് അല്ലെ. ഇവിടെ പ്രസൻസ് ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ചിലപ്പോൾ പ്ലൂറൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. പക്ഷേ ഇവിടെ നീദർ യൂസ് ചെയ്യുമ്പോൾ അത് എന്ത് യൂസ് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്? ഇത് കൺസിഡർ ടു ബി സിംഗുലർ എന്നാണ് പറഞ്ഞേക്കുന്നത്. നീദർ ഓഫ് ദ ലോൺ ആപ്ലിക്കൻസ് ഈസ് എലിജിബിൾ ഫോർ ദ സ്കീം ആസ് ദേ ഹാവ് ഡിഫോൾട്ടഡ് ഓൺ പ്രീവിയസ് റീപേയ്മെന്റ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? The result of the annual survey conducted by the research team indicates a significant change in customer preference. No error വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ എന്താണ് ഇവിടെ വരേണ്ടത്? The results of an annual survey. എന്തായിരിക്കും ആൻസർ? Conducted by the research team indicates a significant change in customer preference. ഏതായിരിക്കാം നിങ്ങളുടെ ആൻസർ?
ആ യെസ്, ആൻസർ മാത്രം എഴുതിയാൽ മതി വന്ദന. ജസ്റ്റ് സെന്റൻസ് മൊത്തം എഴുതുമ്പോഴേ കുറേ സമയം എടുക്കും. യെസ്, ആൻസർ എന്താണ്? ഇവിടെ എന്തിനാണ് നമ്മൾ സബ്ജക്ട്? സബ്ജക്ട് റിസൾട്ട്സ് ആണ് അല്ലെ. നിങ്ങൾക്ക് ഈ ആനുവൽ സർവേ കാണുമ്പോൾ പെട്ടെന്ന് ഇവിടെ തെറ്റൊന്നും ഇല്ല, നോ എററിലേക്ക് പോകാനുള്ള സാധ്യത നിങ്ങൾ കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് സംഭവിക്കും? റിസൾട്ട്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. റിസൾട്ട്സ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി പ്ലൂറൽ, ഇസ്ന്റ് ഇറ്റ്? അപ്പൊ ഇവിടെ ഇൻഡിക്കേറ്റ്സിന്റെ ആവശ്യമുണ്ടോ? ഇല്ല, അവിടെ എസ് വേണ്ട. ഇറ്റ് ഈസ് ദി റിസൾട്ട്സ് ഓഫ് ദ ആനുവൽ സർവേ കണ്ടക്ടഡ് ബൈ ദ റിസർച്ച് ടീം ഇൻഡിക്കേറ്റ് എ സിഗ്നിഫിക്കന്റ് ചേഞ്ച് ഇൻ കസ്റ്റമർ പ്രിഫറൻസ്. മനസ്സിലായോ? അതാണ് ഇവിടെ വരിക. ഓക്കെ, ഫോർത്ത് വൺ, what he requires most at this stage of his career are proper guidance and encouragement from seniors. എന്താണ്? നോ എറർ ആണോ അതോ ABCD ഇതിൽ ഏതെങ്കിലും ആണോ ഇതിനകത്ത് മിസ്റ്റേക്ക് ഉള്ളത്? ഫോർത്ത് വണ്ണിന്റെ ആൻസർ അറ്റ് ദിസ് സ്റ്റേജ് ഓഫ് ഹിസ് കരിയറിൽ അല്ലല്ലോ മിസ്റ്റേക്ക് വന്നേക്കുന്നേ. ഏതാണ്? what he requires most. ഇവിടെ സബ്ജക്റ്റ് ആരാണ്? ഒരു നൗൺ ക്ലോസ് ആണ്. വാട്ട് ഹി റിക്വയേഴ്സ് മോസ്റ്റ് അല്ലെ. വാട്ട് ഹി റിക്വയേഴ്സ് മോസ്റ്റ് എന്നുള്ളത് ഇതൊരു സിംഗുലർ ആണ്. വാട്ട് അവൻ എന്താണ് ആഗ്രഹിക്കുന്നത് അറ്റ് ദിസ് സ്റ്റേജ് ഓഫ് ഹിസ് കരിയർ ഈസ് പ്രോപ്പർ ഗൈഡൻസ് അല്ലെ. വാട്ട് ഹി റിക്വയേഴ്സ് മോസ്റ്റ് അറ്റ് ദിസ് സ്റ്റേജ് ഓഫ് ഹിസ് കരിയർ ഈസ് പ്രോപ്പർ ഗൈഡൻസ് ആൻഡ് എൻകറേജ്മെന്റ് ഫ്രം സീനിയേഴ്സ്. സീനിയേഴ്സിന്റെ എൻകറേജ്മെന്റ് ആണ് ആഗ്രഹിക്കുന്നത്. ഇസ്ന്റ് ഇറ്റ്? വാട്ട് എന്താ പറയാ, ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ് കരിയറിൽ? വാട്ട് ഹി റിക്വയേഴ്സ് മോസ്റ്റ്. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ? ഈസ് പ്രോപ്പർ ഗൈഡൻസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, യെസ്. ഫിഫ്ത്ത് വൺ, ദ കമ്മിറ്റി along with the chairman and secretary have decided to postpone the meeting until further notice. എന്തായിരിക്കും ആൻസർ? owing to unavoidable circumstances. The committee along with the chairman and secretary. കമ്മിറ്റിയുടെ കൂടെ ചെയർമാനും ഉണ്ട് സെക്രട്ടറിയും ഉണ്ട്. എന്താണ് ഇവിടെ ആൻസർ? എവിടെയായിരിക്കും തെറ്റിയ? ഹാവ് ഡിസൈഡഡ് ടു പോസ്റ്റ്പോൺ. അത് തെറ്റിയിട്ടുണ്ടോ? ദ മീറ്റിംഗ് അൺടിൽ ഫർദർ നോട്ടീസ് ഓയിങ് ടു അൺഅവോയ്ഡബിൾ സർക്കംസ്റ്റാൻസസ്. എവിടെ ആയിരിക്കാം മിസ്റ്റേക്ക് വന്നേക്കുന്നത്? വാട്ട് ഇസ് റോങ് ആൻഡ് വേർ ഇറ്റ് ഇസ് റോങ്? ഏതായിരിക്കാം ആൻസർ? യെസ്, കറക്റ്റ് ആണ്, ബിയിലാണ്. കമ്മിറ്റി മാത്രമാണ്. ഈ എലോങ് വിത്ത് ദ ചെയർമാൻ ആൻഡ് ദ സെക്രട്ടറി ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഉപേക്ഷിച്ച് കളയാം അല്ലെ. നമ്മൾ അതിനെ കുറിച്ചൊന്നും ബോധേഡ് ആവേണ്ട കാര്യമേ ഇല്ല ഇവിടെ. ഇസ്ന്റ് ഇറ്റ്? കമ്മിറ്റി മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. എലോങ് വിത്ത് ദ ചെയർമാനും കാര്യങ്ങളൊന്നും നമ്മൾ നോക്കണ്ട. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ് അല്ലെ? ഹാസ് ആണ് ഇവിടെ വേണ്ടത്. ഇസ്ന്റ് ഇറ്റ്? ഹാസ് ഇസ് ദ റൈറ്റ് ആൻസർ. സോ ദ കമ്മിറ്റി എലോങ് വിത്ത് ദ ചെയർമാൻ ഹാസ് ഡിസൈഡഡ്. കമ്മിറ്റി ഈസ് എ collective noun. കമ്മിറ്റി എന്താണ്? collective noun ആണ്. Isn't it? That is the right answer. Next one, the list of candidates who have applied for the promotion were reviewed carefully by the selection committee before finalizing the result. വരാൻ സാധ്യതയുള്ളതാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ, വരാൻ സാധ്യതയുള്ളതാണ് അല്ലെ. എന്താണ് the list of candidates? നമ്മളിവിടെ എന്തിനെ കുറിച്ചാണ് പറയണേ? കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റിനെ കുറിച്ചാണ് പറയണേ. യെസ്, കറക്റ്റ് ആൻസർ ആണ്. ലിസ്റ്റ് ആണ് ഇവിടെ പ്രാധാന്യം, അല്ലാതെ കാൻഡിഡേറ്റ്സ് അല്ല. അപ്പൊ ഇവിടെ ആൻസർ വേറല്ല, ഇവിടെ വാസ് ആണ്. The list of candidates who have applied for the promotion was reviewed carefully by the selection committee before finalizing the result. അപ്പൊ മനസ്സിലായില്ല എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന്? കറക്റ്റ് ആൻസർ ആണ് കേട്ടോ വന്ദന. സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് മോഡിഫയർ പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, ഇനി മോഡിഫയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ഫ്രേസ് അല്ലെങ്കിൽ ഒരു ക്ലോസ് ദാറ്റ് ആഡ്സ് ഡിസ്ക്രിപ്ഷൻ ടു ദ സെന്റൻസസ്. ഇത് നമ്മൾ എഡിറ്റോറിയൽ ഡിസ്കഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ള കാണാറുണ്ട് മോഡിഫയേഴ്സ് അല്ലെ. സോ അത് ഒരു വേർഡ് അല്ലെങ്കിൽ ഏത് വേർഡിനെയാണോ അല്ലെങ്കിൽ ഏത് ഫ്രേസിനെയാണോ നമ്മൾ മോഡിഫൈ ചെയ്യുന്നത് അതിന്റെ തൊട്ടടുത്തായിട്ട് ആയിരിക്കും വരേണ്ടത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മീനിങ് ചേഞ്ച് ചെയ്യും, ഇല്ലോജിക്കലായിട്ട് മാറും. ഓക്കെ, സോ നമ്മൾ ആ വേർഡ് മോഡിഫയേഴ്സിനെ ആ വേർഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് മെന്റ് ടു ഡിസ്ക്രൈബ് ക്രിയേറ്റിംഗ് കൺഫ്യൂഷൻ. ട്രാപ്പ്, എക്സാം ട്രാപ്പ് വരാൻ സാധ്യതയുള്ളത് എന്താണ്? ഡിസ്ക്രിപ്റ്റീവ് ഫ്രേസസ് കൊടുക്കും. ബാങ്ക് എക്സാംസിനൊക്കെ നല്ല ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആയിരിക്കും കൊടുക്കുക. അതിന്റെ അടുത്ത് ഒരു നെക്സ്റ്റ് ടു ദ റോങ് നൗൺ, റോങ് ആയിട്ടുള്ള ഒരു നൗണിന്റെ അടുത്ത്. സോ ഇറ്റ് ലുക്സ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ട് തോന്നും, പക്ഷെ ലോജിക്കലി അത് റോങ് ആയിരിക്കും. ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണ്, പക്ഷെ ലോജിക്കലി എന്താണ്? അത് തെറ്റാണ്. ഓക്കെ,
ഷീ സെർവ്ഡ് സാൻഡ്വിച്ചസ് ടു ദ ചിൽഡ്രൻ ഓൺ പേപ്പർ പ്ലേറ്റ്സ്. ഗ്രാമാറ്റിക്കലി ഒരു തെറ്റും ഇല്ല അല്ലെ. ഷീ സെർവ്ഡ് സാൻഡ്വിച്ചസ് ടു ദ ചിൽഡ്രൻ ഓൺ പേപ്പർ പ്ലേറ്റ്സ്. ഷീ സെർവ്ഡ് ആർക്കാണ് കൊടുത്തത്? ദ ചിൽഡ്രൻ ആണ് ഇവിടെ. ഇസ്ന്റ് ഇറ്റ്? ഷീ സെർവ്ഡ് ചിൽഡ്രൻ ആർ നോട്ട് പേപ്പർ, ചിൽഡ്രൻ ആർ നോട്ട് ഓൺ പേപ്പർ പ്ലേറ്റ്സ് അല്ലെ. അപ്പൊ എന്താണ്? സാൻഡ്വിച്ചസ് ഓൺ പേപ്പർ പ്ലേറ്റ്സ് ആണ്. ഇവിടെ നിങ്ങൾ തിരിച്ച് ചിന്തിച്ചേ. ഷീ സെർവ്ഡ് സാൻഡ്വിച്ചസ് ടു ദ ചിൽഡ്രൻ ഓൺ പേപ്പർ പ്ലേറ്റ്സ്. ചിൽഡ്രൻ പേപ്പർ പ്ലേറ്റ്സിനകത്താണോ? അല്ല അല്ലെ. സാൻഡ്വിച്ചസ് ആണ് പേപ്പർ പ്ലേറ്റിൽ. അപ്പൊ നമ്മൾ ഇതെടുത്ത് ഇപ്പുറത്തേക്ക് ഇടണം. ഷീ സെർവ്ഡ് ദ ചിൽഡ്രൻ സാൻഡ്വിച്ചസ് ഓൺ പേപ്പർ പ്ലേറ്റ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള യൂസേജ്. ക്ലിയർ ആയോ? വി സോ എ പപ്പി ഓൺ ദ വേ ടു ദ മാർക്കറ്റ് അല്ലെ. വി സോ എ പപ്പി. പപ്പിയാണോ ഓൺ ദ വേ ടു ദ മാർക്കറ്റ് പോയത്? അല്ല. ഓൺ ദ വേ ടു ദ മാർക്കറ്റ് വി സോ എ പപ്പി. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സെന്റൻസസ് വരാൻ സാധ്യതയുണ്ട്. സോ ദിസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. നന്നായിട്ട് പഠിച്ചു വെക്കാം. ഡാംഗ്ലിംഗ് മോഡിഫയേഴ്സ്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് ഇഷ്ടംപോലെ ഡാംഗ്ലിംഗ് മോഡിഫയേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം കേട്ടോ. എക്സാമിന് ട്രാപ്പ് വരാൻ എന്താണ് ഡാംഗ്ലിംഗ് മോഡിഫയേഴ്സ്? ഡസന്റ് ഹാവ് എ നൗൺ. ഒരു നൗണോ പ്രോനൗണോ നേരിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെ. പക്ഷേ ഇറ്റ് ഇസ് സപ്പോസ് ടു മോഡിഫൈ ഇൻ ദ സെന്റൻസ് അറ്റ് ഓൾ. അവിടെ ഒരു ഒബ്വിയസ്ലി അതിന്റെ ഒരു ഇൻവിസിബിൾ പ്രസൻസ് അവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇത് നോക്കിക്കോണേ. ഈ സെന്റൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വാക്കിംഗ് ഡൗൺ ദ സ്ട്രീറ്റ് ദ ഹൗസ് കെയിം ഇൻ ടു വ്യൂ. ഇവിടെ എന്തോ ഒരു പ്രശ്നമില്ലേ? ആര് വാക്കിംഗ് ഡൗൺ ദ സ്ട്രീറ്റ്? ഞാൻ നടക്കുമ്പോൾ അല്ലെ. അപ്പൊ നമ്മളത് കറക്റ്റ് ആയിട്ട് എഴുതണ്ടേ. വാക്കിംഗ് ഡൗൺ ദ സ്ട്രീറ്റ് ഐ സോ ദ ഹൗസ് കെയിം ടു വ്യൂ. ഐ സോ ദ ഹൗസ് കം ഇൻ ടു വ്യൂ. ആഫ്റ്റർ റീഡിംഗ് ദ ബുക്സ് the exam was easy. After reading the books, Arka, she found the exam easy. That is the correct usage. Okay, the exam didn't read the book. അതാണ് ഇവിടെ പറയുന്നത്. ഹൗസ് വാക്ക് ചെയ്യുവല്ല അല്ലെ. ആഫ്റ്റർ റീഡിംഗ് ദ ബുക്ക് എക്സാം വാസ് ഈസി. ആരാണ്? എക്സാം ആണോ ബുക്ക് വായിച്ചത്? അല്ല. isn't it? അപ്പൊ ആഫ്റ്റർ റീഡിംഗ് ദ ബുക്സ് ഷീ ഫൗണ്ട് ദ എക്സാം ഈസി. ഓക്കെ, സോ എക്സാമിൽ നമുക്ക് എക്സാംസിൽ ട്രാപ്പ് വരാൻ സാധ്യതയുള്ളത് സെന്റൻസ് വിത്ത് പാർട്ടിസിപ്പൽ ഫ്രേസസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. വാക്കിംഗ് പാർട്ടിസിപ്പിൾസ് എന്താണ്? പ്രസന്റ് പാർട്ടിസിപ്പിൾസ് ഉണ്ട് അല്ലെ. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ING ഫോം ഓഫ് വെർബ് ആണ്. ആക്ടിങ് ആസ് എ അഡ്ജക്റ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ നിങ്ങൾക്ക് അറിയാലോ, V3 ഫോം ഓഫ് ദ വെർബ്. isn't it? ED EN വെച്ചൊക്കെ അവസാനിക്കുന്നതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതല്ലാതെ ഇറഗുലർ പാസ്റ്റ് പാർട്ടിസിപ്പിൾസും ഉണ്ട്. ഓക്കെ, സ്ക്വിൻറ്റിംഗ് മോഡിഫയേഴ്സ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഫെമിലിയർ ആയിരിക്കില്ല. ഡാംഗ്ലിംഗ് മോഡിഫയേഴ്സ്, സ്ക്വിൻറ്റിംഗ് മോഡിഫയേഴ്സ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അധികം ഫെമിലിയർ ആയിരിക്കില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സ്ക്വിൻറ്റിംഗ് മോഡിഫയേഴ്സ് എന്താണ്? വെൻ എ മോഡിഫയർ ഇസ് പ്ലേസ് ബിറ്റ്വീൻ ടു പോസിബിൾ എലമെന്റ്സ്. രണ്ട് പോസിബിൾ ആയിട്ടുള്ള എലമെന്റ്സിന്റെ ഇടയ്ക്ക് നമ്മൾ കൊണ്ടുപോയി മോഡിഫയർ പ്ലേസ് ചെയ്യാണ്. സോ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല ഏതിനെയാണ് ഇത് മോഡിഫൈ ചെയ്യുന്നത്. isn't it? We are not having a clarity on what it is modifying. അപ്പം they put എന്താ adverbs, എന്തെല്ലാം adverbs ആണ് വെക്കുക? only, nearly, just, almost, between two parts. ഇതൊക്കെ between two parts അല്ല, almost. ഇത്രയും വരുന്ന adverbs അവരെടുത്ത് എന്ത് ചെയ്യും? ഈ രണ്ട് പാർട്ടിന്റെ ഇടയിൽ കൊണ്ട് വെക്കും അല്ലെ. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഷീ സെഡ് ഓൺ മൺഡേ ഷീ വുഡ് ഗോ. സോ മൺഡേ ആണോ അവൾ പറഞ്ഞത്, അതോ മൺഡേ പോകും എന്നാണോ പറഞ്ഞത്? നമ്മൾ കൺഫ്യൂഷൻ ആവും അല്ലെ. അപ്പൊ എന്താണ് വേണ്ടത്? ഓൺ മൺഡേ ഷീ സെഡ് ഷീ വുഡ് ഗോ. അവൾ മൺഡേ പറഞ്ഞു അവൾ പോകുമെന്ന്. അല്ലെങ്കിൽ ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് ഗോ ഓൺ മൺഡേ. മനസ്സിലായോ? ഹി ഓൾമോസ്റ്റ് ഫെയിൽഡ് എവറി ടെസ്റ്റ് അല്ലെ. ഡിഡ് ഹി ഓൾമോസ്റ്റ് ഫെയിൽ ഓർ ഡിഡ് ഹി ഫെയിൽ ഓൾമോസ്റ്റ്? രണ്ടും രണ്ടാണ് അല്ലെ. അവൻ ഓൾമോസ്റ്റ് ഫെയിൽ ആയോ അല്ലെങ്കിൽ ഫെയിൽ ആയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം he failed almost every test. He almost failed each test. Every അല്ല ഇവിടെ വരേണ്ടത്, each test ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് എക്സസൈസിലേക്ക് പോയാലോ. ഈ മോഡിഫയേഴ്സിന്റെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ ഇതിനകത്ത് എറർ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. While reading the report, the sudden power outrage distracted the employees and delayed the submission of quarterly results for the finance department. Obviously ബാങ്കിങ്ങിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത്രയും വലുതായിരിക്കും. While reading the report, the sudden power outrage distracted the employees and delayed the submission of the quarterly results for the finance department. ഏതാണ് തെറ്റ്? എന്താണ് വേണ്ടത്?
ആൻസർ റോങ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞോട്ടെ, ഡൗട്ട് ഉണ്ടോ? നിങ്ങളുടെ ആൻസർ ഏതാ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നേ? എ, ബി, സി ആൻഡ് ഏതന്നെയാണ്? ഇവിടെ while reading the report sudden power outrage distract the employees എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, while reading the report എന്ന് പറയുന്നത് ഈ പേഴ്സണെ അല്ലേ, എംപ്ലോയീസിനെ അല്ലേ നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നത്? isn't it? we are mentioning only the employees, isn't it? ആ എംപ്ലോയീസിനെ അല്ലേ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്, അല്ലാതെ ആർ വി മെൻഷനിങ് എന്താ പറയാ പവർ ഔട്ട്റേജിനെ അല്ല ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത് തിരുത്തി എഴുതേണ്ടത് ഇങ്ങനെയാണ്, while reading the report the employees were distracted by the power outrage and delayed the submission of quarterly result. അപ്പോൾ ഈ ഒരു പാർട്ടിലാണ് നമുക്ക് എറർ ഉള്ളത്. ഓക്കെ. Walking through the lobby, the new decoration immediately caught the attention of visitors and created a festive atmosphere in the bank. എങ്ങനെയായിരിക്കും വരിക? Walking through the lobby എന്ന് പറയുന്നത് ഷുഡ് മോഡിഫൈ ദ വിസിറ്റേഴ്സ്. ആരെയാണ് മോഡിഫൈ ചെയ്യേണ്ടത്? വാക്കിംഗ് ത്രൂ ദ ലോബി എന്ന് പറയുന്നത് വിസിറ്റേഴ്സിനെയാണ്, അല്ലാതെ ഇവിടെ ഡെക്കറേഷൻ അല്ല. വാക്കിംഗ് ത്രൂ ദ ലോബി ദ വിസിറ്റേഴ്സ് ഇമ്മീഡിയറ്റ്ലി കോട്ട് ദ അറ്റൻഷൻ, the visitors immediately notice the attention. It's a notice the decoration, അങ്ങനെ മതി അല്ലെ. The visitors immediately notice the decoration and created a festive atmosphere in the bank. അപ്പം ഇവിടെ ഇതാണ് ഇവിടെ പ്രശ്നക്കാരൻ അല്ലെ, ഇതാണ് ഇവിടെ പ്രശ്നമായിട്ടുള്ള സെന്റൻസ്. ഓക്കെ. നെക്സ്റ്റ് വൺ, തേർഡ് വൺ എങ്ങനെയാണ് പോവുക? ആഫ്റ്റർ അനലൈസിംഗ് ദ ഡേറ്റ സെവറൽ എറേഴ്സ് വേർ നോട്ടീസ്. വന്ദന കറക്റ്റ് ആണ് കേട്ടോ. Several notices were immediately caught the attention of visitors and created a festive after analyzing the data, several errors were noticed in an annual audit report by internal team before final submission. എന്തായിരിക്കും ഇവിടെ ആൻസർ വരിക? ആഫ്റ്റർ അനലൈസിംഗ് ദ ഡേറ്റ എന്താണ് അവിടെ? ഡേറ്റ എന്ത് ചെയ്യുന്നതാണ്? ഷുഡ് മോഡിഫൈ ദ ഇന്റേണൽ ടീം. ഇന്റേണൽ ടീമിനെയാണ് ഇവിടെ മോഡിഫൈ ചെയ്യേണ്ടത്. സെവറൽ എറേഴ്സ് നമ്മൾ മാറ്റണം. അല്ല മോളെ, ആഫ്റ്റർ അനലൈസിംഗ് ദ ഡേറ്റ ആര്? ബൈ ദ ഇന്റേണൽ ടീം. ആഫ്റ്റർ അനലൈസിംഗ് ദ ഡേറ്റ ബൈ ദ ഇന്റേണൽ ടീം വേണ്ട. ആഫ്റ്റർ അനലൈസിംഗ് ദ ഡേറ്റ ഇന്റേണൽ ടീം നോട്ടിസ്ഡ് സെവറൽ എറേഴ്സ് ഇൻ ദ ആനുവൽ റിപ്പോർട്ട് ബിഫോർ ദ ഫൈനൽ സബ്മിഷൻ. അപ്പൊ ഇവിടെയാണ് റോങ് ആയിട്ടുള്ളത്. ആഫ്റ്റർ അനലൈസിംഗ് ദ ഡേറ്റ the internal team noticed several errors in the annual report. Okay. Ido fourth one, running while reviewing the files the manager noticed multiple discrepancies in the account that required immediate correction. ഇതിന്റെ ആൻസർ ഏതായിരിക്കും? while reviewing the files review ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മാനേജർ എന്ത് നോട്ടീസ് ചെയ്തു? ഒരുപാട് ഡിസ്ക്രിപ്പൻസീസ് നോട്ടീസ് ചെയ്തു, ഡിഫറൻസസ് നോട്ട് ചെയ്തു. എന്തില്? ഇൻ ദ യെസ്. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? വാട്ട് ഇസ് ദ റൈറ്റ് ആൻസർ? എറർ എന്താണ്? വാട്ട് ഇസ് ദ എറർ? there is no error അല്ലെ. ഇവിടെ റിവ്യൂ ചെയ്തത് ആരാണ്? മാനേജർ ആണ്. isn't it? while reviewing the files the manager noticed multiple discrepancies. അപ്പൊ ഇവിടെ എറർ ഇല്ല. കാര്യം എന്താ വെച്ചാൽ ഫയൽസ് റിവ്യൂ ചെയ്തത് ആരാണ്? മാനേജർ തന്നെയാണ്. ഡി അല്ല കേട്ടോ. that required immediate correction, it is correct. okay, E ആണ് ആൻസർ. no error is the right answer. Running towards the exit, the fire alarm frightened the staff, causing temporary confusion in the office. എന്തായിരിക്കും ഇവിടെ തെറ്റ് വന്നേക്കുന്നത്? ഫിഫ്ത്ത് വണ്ണിന്റെ ആൻസർ ഏതന്നെയാണ്? റണ്ണിങ് ടുവേർഡ്സ് ദ എക്സിറ്റ് ആരെയാണ് ഇവിടെ പറയുന്നത്? സ്റ്റാഫിനെയാണ് പറയുന്നത് അല്ലെ. ഇവിടെ the staff running through the exit, the staff was frightened by the fire alarm, causing temporary confusion. അപ്പൊ ഇവിടെ ഈ ഒരു സാധനത്തിന്റെ ആവശ്യമില്ല. ഇവിടെ അല്ല അത് വരേണ്ടത്, അത് ഇത് കഴിഞ്ഞിട്ടാണ് വരേണ്ടത് അല്ലെ. സോ ദാറ്റ് ഈസ് റോങ്. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി ഒരു ടോപ്പിക് ഉണ്ട്, പ്രൊനൗൺസിന്റെ ആന്റിസിഡൻസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം പ്രോനൗൺ എന്ന് പറഞ്ഞ എന്താണ്? നൗണിനെ റീപ്ലേസ് ചെയ്യുന്നതാണ്. അതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാവർക്കും ക്ലാരിറ്റി ഉണ്ടല്ലോ അല്ലെ, എന്താ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നേന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ സബ്ജക്ട് വെർബ് എഗ്രിമെന്റിന്റെ ഏകദേശം 25 റൂൾസ് ചെയ്തു. പലതരത്തിലുള്ള മോഡിഫയേഴ്സ് എങ്ങനെയാണ് വരുന്നത്, ആ മോഡിഫയേഴ്സിന്റെ ഡാംഗ്ലിംഗ് മോഡിഫയേഴ്സ് ആണെങ്കിലും അല്ല ബാക്കിയുള്ള മോഡിഫയേഴ്സ് ആണെങ്കിലും എല്ലാം എങ്ങനെയാണ്
വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എറർ എവിടെ വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ആവശ്യമുണ്ടോ? എനി ഡൗട്ട്സ് ഓർ ക്ലാരിഫിക്കേഷൻസ് നീഡഡ്? ഓക്കെ ഓക്കെ. സോ പ്രൊനൗൺസിന്റെ ആന്റസിഡന്റ് എഗ്രിമെന്റ് ഉണ്ട്. ഓക്കെ, പ്രൊനൗൺസ് എന്ന് പറയുന്നത് എന്താണ്? നൗണിനെ റീപ്ലേസ് ചെയ്യുന്നതാണ്. ആൻഡ് പ്രൊനൗൺ മസ്റ്റ് എഗ്രി വിത്ത് ഇറ്റ്സ് ആന്റസിഡൻസ് ഇൻ നമ്പർ അല്ലെ? നമ്പർ, ജെൻഡർ, പേഴ്സൺ ഇതൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എഗ്രി ചെയ്യണം. സിംഗുലർ ആന്റസിഡൻസ് ഗെറ്റ് സിംഗുലർ പ്രൊനൗൺ. നമുക്കറിയാം ഈച്ച്, എവറി വൺ, എവറിബഡി, എയ്തർ, സംബഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഒന്നുകൂടെ പറഞ്ഞു പോവാണേ. സിംഗുലർ ആണ്. ഈച്ച് ഓഫ് ദ പ്ലേയേഴ്സ് മസ്റ്റ് ബ്രിങ് ഹിസ് ഓർ ഹെർ ആണ്. ഇതാണ് നമ്മുടെ ഇവിടെ മിസ്റ്റേക്ക്. നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത് ഈച്ച് ആവുമ്പോൾ ഈസ് ആണ് വരേണ്ടത്. ഈച്ച് ഓഫ് ദ പ്ലേയേഴ്സ് ഈസ് എന്നുള്ളത് അല്ലെ? പക്ഷെ ഇവിടെ ഹിസ് അല്ലെങ്കിൽ ഹെർ ഇപ്പൊ നമുക്ക് തരാൻ സാധ്യതയുള്ളൂ. ഈച്ച് ഓഫ് ദ പ്ലേയേഴ്സ് മസ്റ്റ് ബ്രിങ് ദെയർ കിറ്റ് അല്ലെ? ഈ ദെയർ വരുമ്പോ അവിടെ തെറ്റാണ്. കാര്യം എന്താണ്? അവിടെ വരേണ്ടത് ഹിസ് അല്ലെങ്കിൽ ഹെർ ആണ്. റൂൾ നമ്പർ 2 എന്ന് പറഞ്ഞാൽ പ്ലൂറൽ പ്രൊനൗൺസ്, പ്ലൂറൽ ആന്റസിഡൻസിന് പ്ലൂറൽ പ്രൊനൗൺസ്. ടീച്ചേഴ്സ് ദെയർ ആണ് അല്ലെ? ദ ടീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ഹിസ് വ്യൂ തെറ്റാണ്. ടീച്ചേഴ്സ് ഇവിടെ പ്ലൂറൽ ആയത് കാരണം ദെയർ വ്യൂ ആണ് കറക്റ്റ് ആയിട്ട് ഉള്ളത്. കളക്റ്റീവ് നൗൺസ് ആണെങ്കിലോ ദ ജൂറി ഹാസ് ഗിവൻ, അതിന്റെ വെർഡിക്റ്റ് എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ്. ഇറ്റ്സ് വെർഡിക്റ്റ്. ഇനി ദ ജൂറി വെയർ ഡിവൈഡഡ് ഇൻ ദെയർ ഒപ്പീനിയൻസ്. ഇത് നമുക്കറിയാലോ എന്തുകൊണ്ടാണ് ദെയർ വന്നതെന്ന്. സബ്ജക്ട് വെർബ് എഗ്രിമെന്റില് ഒപ്പീനിയൻസ് വരുമ്പോൾ പലവരുടെ ഒപ്പീനിയൻ ആയത് കാരണം ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി പ്ലൂറൽ. അല്ലെങ്കിൽ ജൂറി എന്താണ്? ഇറ്റ് ഈസ് എ കളക്റ്റീവ് നൗൺ. ഇസിന്റെ ജൂറി എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് നൗൺ ആണ്. ലൈക്ക് എ ടീം അല്ലെ? ടീം പോലെ തന്നെ. സോ ടീം ആണെങ്കിൽ എന്താ? ടീം ഹാസ് given the team has given its what we called photo or something like that. മനസ്സിലായില്ല എന്താണെന്ന്? ജൂറി വരുമ്പോ ജൂറി സിംഗുലർ ആണെങ്കിൽ അതുകൊണ്ടാണ് ഇറ്റ്സ് വന്നത്. ഇനി ജൂറിയെ എന്തുകൊണ്ടാണ് ഇവിടെ ദേർ നമ്മൾ വരാൻ കാര്യം? ബിക്കോസ് അത് അവരുടെ ഒപ്പീനിയൻസ് പലതായത് കാരണമാണ്. കോമ്പൗണ്ട് ആന്റിസിഡൻസ് വരും. രാം ആൻഡ് ശ്യാം 2 പേരുണ്ട്. ദാറ്റ് ദേ ആണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, ഓർ വെച്ചിട്ട് ആൻഡ് വെച്ചിട്ടാണെങ്കിൽ പ്ലൂറൽ ആണ്. ഓർ വെച്ചിട്ടാണെങ്കിൽ ഏറ്റവും അടുത്തത്. നീദർ ദ ടീച്ചർ നോർ ദ സ്റ്റുഡൻസ്. ഇവിടെ സ്റ്റുഡൻസ് ആയത് കാരണം ഹാവ് ആണ്. തിരിച്ചാണെങ്കിലോ നീദർ ദ സ്റ്റുഡൻസ് നോർ ദ ടീച്ചർ ആണെങ്കിലോ ടീച്ചർ ആണെങ്കിൽ ഹാസ് ആണ് വരേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇത് ഏകദേശം നമ്മുടെ സബ്ജക്ട് വെർബ് എഗ്രിമെന്റുമായിട്ട് അടുത്തു പോകും. പക്ഷെ ഇവിടെ ഈ ഒരു യൂസേജ് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. എനിബഡി, എനിവൺ, എനിവൺ, എവ്രിവൺ എന്താണ്? ഇതൊരു പ്ലൂറൽ നൗൺ ആണ് എങ്കിൽ നമ്മൾ പ്ലൂറൽ ആയിട്ടല്ല കൺസിഡർ ചെയ്യേണ്ടത്. നമുക്ക് ഫീൽ ചെയ്യുന്ന പ്ലൂറൽ ആയിട്ടാണെങ്കിലും സിംഗുലർ ആണ്. എവ്രി വൺ ഇൻ ദ ക്ലാസ് ഷുഡ് സബ്മിറ്റ് ഹിസ് ഓർ ഹെർ വർക്ക് ആണ് കേട്ടോ. ഷുഡ് സബ്മിറ്റ് ദെയർ വർക്ക് എന്ന് നമ്മൾ പറയും, പക്ഷെ ഇത് റോങ് ആണ്. ഓക്കെ, എവ്രി വൺ ഇൻ ദ ക്ലാസ് ഷുഡ് സബ്മിറ്റ് ഹിസ് അല്ലെങ്കിൽ ഹെർ വർക്ക് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? ദെയർ ഹോംവർക്ക് എന്നുള്ളത് റോങ് ആയിട്ടുള്ള യൂസേജ് ആണ്. ഇനി നമ്പർ ഓഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. A number of students said they would come അല്ലെ? They would attend the meeting. A number of students said they would attend. കാരണം number of students plural antecedent ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി number of students singular antecedents ആയിട്ട് കൺസിഡർ. Number of students has increased. It is now 50 അല്ലെ? ഇവിടെ സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കേസും ഉണ്ട്, പ്ലൂറൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കേസും ഉണ്ട്. ഓക്കെ, അതാണ് ഇവിടെ ഡിഫറൻസ് വന്നേക്കുന്നത്. ഇൻഡെഫിനിറ്റ് ആന്റസിഡൻസ് മീനിങ് മസ്റ്റ് ബി ക്ലിയർ. ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ആന്റസിഡൻസ്, അതായത് എക്സാമിനേഴ്സ് എന്ത് ചെയ്യും? സെന്റൻസസ് വിച്ച് ഇസ് അൺക്ലിയർ വിത്ത് നൗൺസ് ആൻഡ് പ്രോനൗൺസ് റെഫർ ടു. ആരെയാണോ പറയുന്നത് നൗൺസും പ്രോനൗൺസും എന്തില്ല? ക്ലാരിറ്റി ഉണ്ടാവില്ല. അവിടെ നമുക്ക് ആരെയാണ് കുറിച്ചാണ് പറയുന്നത് isn't it എന്ന് നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? അങ്ങനത്തെ അൺക്ലിയർ ആയിട്ടുള്ള ആന്റസിഡൻസ് തരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിക്കോണേ. വെൻ രമേശ് മെറ്റ് സുരേഷ് ഹി വാസ് ആംഗ്രി. ഇവിടെ ഹി ആരാ? രമേശ് ആണോ സുരേഷ് ആണോ? അല്ലെ? ആൻസർ അപ്പൊ വരണ്ടേ രമേശ് മെറ്റ് സുരേഷ്, രമേശ് വാസ് ആംഗ്രി എന്നാണ്, അല്ലെങ്കിൽ സുരേഷ് വാസ് ആംഗ്രി എന്നാണ്. ഹി വാസ് ആംഗ്രി എന്ന് നമ്മളിപ്പോ ഒരാൾ പറയാണ്. വെൻ രമേശ് മെറ്റ് സുരേഷ് ഹി വാസ് ആംഗ്രി. ഇതിനകത്ത് ആരാ ആംഗ്രി എന്നുള്ളത് ക്ലാരിറ്റി ഉണ്ടോ? ഇല്ല. ഇനി സിംഗുലർ ദേ ആണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോണേ. സ്പോക്കണും മോഡേൺ റൈറ്റിംഗിലും ദേ ഈസ് യൂസ് ഫോർ സിംഗുലർ ആന്റിസിഡൻസ്. എവ്രി വൺ മസ്റ്റ് ബ്രിങ് ദെയർ ബുക്ക് അല്ലെ? ബാങ്ക് എക്സാംസിൽ ഹി ഓർ ഹെർ ഇസ് പ്രിഫേർഡ്. ഓക്കെ, സോ അതാണ് അവരെ കൺസിഡർ ചെയ്യുക. എവ്രി വൺ മസ്റ്റ് ബ്രിങ് ഹിസ് ബുക്ക് അല്ലെങ്കിൽ ഹെർ ബുക്ക്. ഇൻ ജനറൽ യൂസേജ് നമ്മൾ പറയാറുണ്ട് എന്നാണ് പറയുന്നത്.
ഈച്ച് ആൻഡ് എവറി ബിഫോർ നൗൺസ് അല്ലെ, നൗൺസിന് മുമ്പ് ഈച്ച് ആൻഡ് എവറി അല്ലെ. ഈച്ചും എവറിയും ഉണ്ടെങ്കിൽ എന്താ നൗൺ എന്താകുകയാണ്, സിംഗുലർ ആകുകയാണ്. ഇസ്ന്റ് ഇറ്റ്? അപ്പം സിംഗുലർ തന്നെയാണ് വെർബും. ഈച്ച് ബോയ് ആൻഡ് ഗേൾ, ആൻഡ് കാണുമ്പോൾ ധൃതി പിടിച്ച് ഓടിപ്പോയി എഴുതാൻ പാടില്ല ദെയർ എന്നുള്ളത്. ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേൾ എന്നാണ് മീൻ ചെയ്യുന്നത്. ഈച്ച് ബോയ് ആൻഡ് ഗേൾ മസ്റ്റ് ബ്രിങ് ഹിസ് ഓർ ഹെർ ബുക്ക് ആണ് വേണ്ടത്. ഓക്കെ, ഹിസ് ഓർ ഹെർ നോട്ട്ബുക്ക്. ഇനി ടൈറ്റിൽസ്, നെയിംസ് ആൻഡ് എൻറ്റിറ്റീസ് അല്ലെ. എൻറ്റിറ്റീസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഹാസ് ഇറ്റ്സ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഹാവ് അല്ല, ഹാസ് ആണ്. ഓക്കെ ഓക്കെ, ഇതാണ് നമ്മുടെ ഇത്രയും നേരം ഉണ്ടായിരുന്ന ആന്റിസിഡൻസ്, പ്രോനൗൺ ആയിട്ടുള്ള ആന്റിസിഡൻസിന്റെ ഒരു എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. അടുത്തത് എന്താണ്? എക്സസൈസ് ആണ്. കുറച്ച് എക്സസൈസേ ഉള്ളൂ, വേഗം നമുക്ക് ആൻസർ ചെയ്ത് പോവാം. എന്താണ് ഫസ്റ്റ് വൺ? എന്താണ്? വാട്ട് ഇസ് ദ ഫസ്റ്റ് വൺ? Everyone in the department must submit their report before the end of the week to the head of the branch. ഏതാണ് കറക്റ്റ് ആൻസർ? ഏതായിരിക്കാം? എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് ആൻസർ അറിയാൻ പറ്റാത്തത്. ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ബിക്കോസ് സബ്മിറ്റ് ഹിസ് അല്ലെങ്കിൽ ഹെർ പ്രോജക്ട് റിപ്പോർട്ട് എന്നാണ് വേണ്ടത്. ഓക്കെ, ആൻസർ എഴുതി പൊക്കോളൂ കേട്ടോ നമ്മള്. യെസ്, കറക്റ്റ്. എവ്രിവൺ ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് സബ്മിറ്റ് ഹിസ് ഓർ ഹെർ റിപ്പോർട്ട് ബിഫോർ ദ എൻഡ് ഓഫ് ദ വീക്ക്. അതാണ് കറക്റ്റ്. ഈച്ച് ഓഫ് ദ ആപ്ലിക്കൻസ് മസ്റ്റ് ബ്രിങ് ദെയർ ഐഡന്റിറ്റി പ്രൂഫ്. എന്താണ് ദെയർ ഐഡന്റിറ്റി പ്രൂഫ്? അതാണ് ഇവിടെ റോങ് അല്ലെ. ആൻസർ എന്താണ്? ഹിസ് അല്ലെങ്കിൽ ഹെർ ID proof along with the application form to the bank office. Neither the manager nor his assistants have informed their team about the change in policy. എന്താണ് ഇവിടെ വരാൻ സാധ്യതയുള്ളത്? neither the manager nor his assistants. 2ഉം ബി തന്നെയാണ്. 3 എന്താണ് വന്ദന? what is the third one? ഇതിനകത്ത് ഒരുപാട് പേര് പ്രസന്റ് ആണ്, പക്ഷെ ആരും ആൻസർ ചെയ്യുന്നില്ല കേട്ടോ. വന്ദന is the only one who is answering. എല്ലാവരും നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് പെട്ടെന്ന് ആൻസർ ചെയ്ത് നമുക്ക് എക്സാം ഒക്കെ എഴുതണ്ടേ, വേണ്ടേ? അപ്പൊ വേഗം ആൻസർ ചെയ്യും എല്ലാവരും. neither the manager nor his assistant കറക്റ്റ് ആണ്. ഇവിടെ എന്താണ്? again has ആണ് അല്ലെ. has ആണ് ഇവിടെ വേണ്ടത്. so B is the right answer. neither the manager nor his assistant has informed his or her team അല്ലെ. has informed their team അല്ല, his or her team ആണ് കേട്ടോ. ഓക്കെ, ഇവിടെ രണ്ടിടത്ത് മിസ്റ്റേക്ക് ഉണ്ട്. has informed their team അല്ല, his or her team ആണ് കേട്ടോ. യെസ്, കറക്റ്റ് ആണ്. has informed ആണ് വേണ്ടത്. യെസ്, രണ്ടെണ്ണം കൂടി ഇതിനകത്തുണ്ട്. എന്താണ്? everyone everyone who applied for the loan should check their eligibility before visiting the branch for further process. എന്താണ്? everyone should ഏതാണ് ആൻസർ? ഏതാണ്? everyone എല്ലാവരും അവരുടെ അപ്ലൈ ചെയ്തേക്കുന്ന എല്ലാവരും, ലോൺ അപേക്ഷിച്ചേക്കുന്ന എല്ലാവരും അവരവരുടെ എലിജിബിലിറ്റി നോക്കണം. അവരവരുടെ അല്ലെ. അപ്പൊ അവരുടെ എന്നല്ല, അവരവരുടെ എന്നാണ്. ഹിസ് ഓർ ഹെർ എലിജിബിലിറ്റി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, everyone should apply who applied for the loan should check his or her eligibility before visiting the branch is the right answer. Anybody who wants to participate in the workshop must submit their application by the end of this week without fail. എന്താണ്? must submit, correct, his or her application, isn't it? his or her application is the right answer. Okay, ക്ലിയർ ആയല്ലോ? ഇനി ഒരു ക്വിക്ക് എന്നോണം അതർ എറേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാം. ഈ സാധനങ്ങളില്ലേ ഏറ്റവും മുകളിൽ കിടക്കുന്ന ഫോക്കസ് ഓൺ പ്രിപ്പോസിഷൻസ് ആൻഡ് ഇഡിയമാറ്റിക് യൂസേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്താ അറിയോ? കീൻ ഓൺ, ഇൻട്രസ്റ്റഡ് ഇൻ, ഡിപ്പെൻഡഡ് ഓൺ, ഇതെല്ലാം നമ്മൾ ഇതുകൊണ്ട് തെറ്റിക്കും. കീൻ ഇൻ നോയിങ് എന്നും അല്ലെ, ഈ ഓൺ നോയിങ്ങിന് പകരം കീൻ ഇൻ നോയിങ്, ദ സ്റ്റുഡൻസ് ആർ കീൻ ഇൻ നോയിങ് അബൌട്ട് എന്ന് പറഞ്ഞ് കൊണ്ട് തെറ്റിക്കാറുണ്ട്. അപ്പൊ അവിടെ അത് റോങ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് കീൻ ഓൺ തന്നെയാണ് വരേണ്ടത്. അതുപോലെ ഇത് ഞാൻ ഒരു ക്വിക്ക് ഗ്ലാൻസിൽ നിങ്ങൾക്ക് എക്സാമിന്റെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പ് എന്നുള്ള രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യിക്കുക എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത് കേട്ടോ. ഓക്സിലറി വെർബ്സ് എഗ്രി ഇൻ ടെൻസ് ആൻഡ് നമ്പേഴ്സ്. ഓക്സിലറി വെർബ്സ് ടെൻസിന് നമ്പേഴ്സ് ഹി ഡോണ്ട് അല്ല, ഹി ഡസിന്റ് ആണ് വരേണ്ടത്. ഓക്കെ, ഓർത്തോണം, ഹി ഡോണ്ട്. അപ്പൊ നമ്മൾ ഏതൊക്കെയാണ്? എസ് റൂൾ എന്ന് പറഞ്ഞുള്ള ഒരു റൂൾ ഉണ്ട്, ഞാൻ ഇവിടെ സൈഡിൽ എഴുതിയിടാം.
എസ് റൂൾ നിങ്ങൾക്ക് അറിയാലോ, ബേസിക് ഗ്രാമർ ആയിട്ടുള്ള റൂളാണ് അല്ലെ. ഹി, ഷീ, ഇറ്റ് സിംഗുലർ ആണോ? ആണ്. ഇതിന്റെ കൂടത്തെ എസ് റൂൾസ് അപ്ലൈ ചെയ്യണം. എന്തൊക്കെയാണ്? ഓക്സിലറി വെർബ് എസ് വെച്ച് എൻഡ് ചെയ്യുന്നത്. ഈസ്, വാസ്, ഡസ്, ഹാസ് അല്ലെ. എസ് വെച്ച് എൻഡ് ചെയ്യുന്നതാണ് ഈ ഓക്സിലറി വെർബ്സ് അല്ലെ. അപ്പൊ ഹി, ഷീ, ഇറ്റിന്റെ കൂടത്തിൽ ഈ എസ് റൂൾ ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യുക വിത്ത് ദ വെർബ്. ക്ലിയർ ആയല്ലോ എന്താണെന്ന് പറഞ്ഞതെന്ന്? അപ്പൊ എസ് റൂൾ എപ്പോഴും മനസ്സിലുണ്ടാകണം വിത്ത് സിംഗുലേഴ്സ്. ഹി, ഷീ, ഇറ്റ് ആയിക്കോട്ടെ, ഒരാളുടെ പേരോ ഒരു സ്ഥലത്തിന്റെ പേരോ എന്തോ ആയിക്കോട്ടെ, അത് സിംഗുലർ ആണോ എങ്കിൽ എസ് റൂൾ ആണ് വേണ്ടത്. സിംഗുലർ പാവം ഒറ്റയ്ക്കാണ്, അവർക്ക് ഒരു എസിന്റെ ആവശ്യം കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഓക്സിലറി വെർബ് ആണെങ്കിലും അല്ല വെർബ് മെയിൻ വെർബ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? എസ് റൂൾ അപ്ലൈ ചെയ്യുക. ഈസ്, വാസ്, ഡസ്, ഹാസ്. അപ്പോൾ എസ് ഓർ ഇ എസ്. ഓക്കെ. ഇനി എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ഐ ഈസ് ആൻ എക്സെപ്ഷൻ അല്ലെ. ഐ എന്താണ്? ഐ തോന്നുന്നവരുടെ കൂട്ടത്തിലാണ്. ഐ ആം, ഐ വാസ്, ഐ ഹാവ് ആൻഡ് ഐ ഡു. ഇസ്ന്റ് ഇറ്റ്? മനസ്സിലായല്ലോ. ദേ ആണെങ്കിലോ, ദേ വരുമ്പോ എന്ത് വരും ഇവിടെ? ദേ ആർ, ദേ അല്ല യു, വി, ദേ, ഇത്രയും കാര്യങ്ങൾ വരുമ്പോ ആർ, പിന്നെന്താ വേണ്ടേ? ദേ ആർ വേണം, ദേ ഹാവ് വേണം, ദേ ഡു വേണം, ദേ വേർ വേണം. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? ഇത് ഈ ഒരു ഓക്സിലറിയുടെ കാര്യം അതാണ് പറയണത്. ഇനി ഇഡിയമാറ്റിക് അല്ലെങ്കിൽ കൊളോക്കേഷണൽ ഫ്രേസസ് ഉണ്ട്. ഇസ്ന്റ് ഇറ്റ്? കോസ് ഓഫ് ഇൻഫ്ലേഷൻ, കീൻ ഓൺ നോയിങ്, responsible for are tested. Students often mix collocation under pressure. ഈ പ്രഷർ വരുമ്പോൾ നമ്മൾ ഇത് തെറ്റിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ ബാങ്ക് എക്സാംസിൽ പങ്ക്ച്വേഷൻസ് അവർ അവോയ്ഡ് ചെയ്യാറുണ്ട്. ഞാൻ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടു, കോമ ഇടേണ്ടടുത്തൊന്നും കോമ ഇട്ടിട്ടില്ല. പക്ഷെ ചില സമയത്ത് പ്രോപ്പർ നൗൺസ് അവർ ഫോളോ ചെയ്യാറുണ്ട്. ലൈക്ക് ഏഷ്യ, ഇന്ത്യയുടെ ക്യാപിറ്റലൈസേഷൻ ഓക്കെ സ്മോൾ ലെറ്ററിൽ തരും. ചില സമയത്ത് കേട്ടോ, നമുക്ക് നമ്മുടെ സമയം ഏതാണ് നല്ലത് ചീത്താന്ന് നമുക്ക് അറിയില്ല. ഇസ്ന്റ് ഇറ്റ്? സോ ഇങ്ങനെയും കുറച്ച് കാര്യങ്ങൾ വരാറുണ്ട്. സോ അത് ശ്രദ്ധിക്കുക. ഓക്കെ. യെസ്. ഇനി നമ്മളൊരു 10-15 ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോവാണ്. എല്ലാവരും ഉഷാറായിട്ടിരിക്കണം. ആൻസർ പെട്ടെന്ന് നിങ്ങൾക്ക് ഏതാണോ, എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, ഇ ആണോ തോന്നുന്നത്. ഓക്കെ. അങ്ങനെ ആൻസർ എഴുതിയിട്ട് പോവാ. ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോഴും ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയേഴ്സിൽ കണ്ടുവന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ എടുത്തതാണ് കേട്ടോ. IBPSന്റെ ക്ലറിക്കൽ എക്സാംസും ഒക്കെ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് തന്നെയാണ് ബാങ്കിങ്ങിന്റെ മെയിൻസിൽ ചോദിക്കുക. പക്ഷേ ഡിഫിക്കൽട്ടി ലെവൽ കുറച്ചുകൂടെ കൂടുതലായിരിക്കും എന്ന് മാത്രം. ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കുക, പെട്ടെന്ന് ആൻസർ ചെയ്ത് വേഗം എല്ലാവരും ഉഷാറായിട്ടിരിക്കണം കേട്ടോ എല്ലാവരും. ഇനി ജസ്റ്റ് ഇൻ കേസ് നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വീഡിയോ നമ്മുടെ ലൈവ് കഴിഞ്ഞിട്ടാണ് ഇത് കാണുന്നതെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ യു ക്യാൻ പോസ്റ്റ് ഇറ്റ് ഹിയർ. ഓക്കെ. At the time which most firms were finding it difficult to raise money. ഇവിടെ ഞാൻ പറയുന്നത് നമ്മൾ ചെയ്ത എക്സസൈസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല കേട്ടോ, അല്ലാത്തതും ഇവിടെ ചോദിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ അതാണ് ആൻസർ ചെയ്യേണ്ടത്. At a time which most firms were finding it difficult to raise money, we succeed in raising the necessary funds. എന്താണ് ഇവിടെ ആൻസർ? നോ എറർ അല്ല വന്ദന, ഒരെണ്ണം മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ് നമ്മുടെ മിസ്റ്റേക്ക്? We have to find out the error അല്ലേ? എന്താണ് ഇത് നോക്കിക്കേ. at a time which അല്ല അവിടെ വരേണ്ടത്. at a time when most firms were finding it difficult to raise money അല്ലേ? കറക്റ്റ് ആണ്. അപ്പൊ എ ആണ് റൈറ്റ് ആൻസർ. വെൻ ആണ്, വിച്ച് അല്ല വരേണ്ടത്, അവിടെ വെൻ ആണ്. isn't it? ഒരു സമയം when most firms, isn't it? ഒരു സമയത്തെ കുറിച്ച് പറയുമ്പോൾ വെൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. വിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ which is kept on the table അല്ലെ, പ്ലേസ് ഒക്കെയാണ് മെൻഷൻ ചെയ്യുക. Were finding it difficult to raise money, were succeeded in raising the necessary funds. Okay. Everyone is keen in knowing the forecast for the monsoon this year, as it has been the major cause of inflation in Asia. Questions എന്തായാലും ഈ ഒരു ടൈപ്പ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത്. Everyone is keen in knowing. എന്താണ് തെറ്റ് വന്നത്? ഒരു ഫ്രേസ് അവിടെ തെറ്റാണ്. Everyone is keen in knowing the forecast for the. കേൾക്കുമ്പോൾ വളരെ കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണേ. എ തന്നെയാണ്. എന്താണ് അവിടെ റീപ്ലേസ് ചെയ്യേണ്ടത്? വാട്ട് ഇസ് റോങ് ദെയർ? എവ്രിവൺ ഇസ് കീൻ ഇൻ നോയിങ് അല്ല, എവ്രിവൺ ഇസ് കീൻ ടു നോ. അതാണ് അവിടെ കറക്റ്റ് യൂസേജ്. ദ ഫോർകാസ്റ്റ് ഓഫ് ദ മൺസൂൺ ദിസ് ഇയർ ആസ് ഇറ്റ് ഹാസ് സീൻ ദ മേജർ കോസ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻ ഏഷ്യ. ഓക്കെ. ക്ലിയർ ആയില്ലേ? ബിൽഡിംഗ് ബയോഗ്യാസ് പ്ലാന്റ്സ് will help to reduce greenhouse gas emission
by reducing the consuming of conventional fuels such as firewood and kerosene. എവിടെയാണ് wrong ആയിട്ടുള്ളത്? ത്രീ അല്ല മോളെ, ഒന്നുകൂടെ നോക്കിയേ. ബിൽഡിംഗ് ബയോഗ്യാസ് പ്ലാന്റ്സ് വിൽ ഹെൽപ് ടു റെഡ്യൂസ്, അത് കറക്റ്റ് ആണ്. ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ബൈ റെഡ്യൂസിങ് അല്ലെ, ബൈ റെഡ്യൂസിങ്, അതും കറക്റ്റ് ആണ്. ദെൻ എന്താണ് ഇവിടെ തെറ്റ് വന്നത്? ഇവിടെ കൺസ്യൂമിങ് അല്ല നമുക്ക് വേണ്ടത് അല്ലെ, കൺസപ്ഷൻ ആണ് വേണ്ടത്. Isn't it? Building biogas plants will reduce reduce greenhouse gas emission by reducing the consumption of fuels, conventional fuels such as firewoods and kerosene. നിങ്ങൾ ഇങ്ങനത്തെ എക്സാമ്പിൾസും ശ്രദ്ധിച്ചോളൂ, ഇതും വരാൻ സാധ്യതയുണ്ട്. അതായത് റിലേറ്റീവ് പ്രൊനൗൺസിന്റെ യൂസേജസ്, അതുപോലെ എന്താ പറയാ റിലേറ്റീവ് പ്രൊനൗൺസിന്റെ അല്ല, ഇങ്ങനത്തെ വേർഡ്സ് റീപ്ലേസ് ചെയ്യുന്നതും അല്ലെ. കീൻ ഇൻ നോയിങ് അവിടെ ടു നോ ആണ്. നമുക്ക് വായിക്കുമ്പോൾ വളരെ കറക്റ്റ് ആണെന്ന് തോന്നും, പക്ഷെ അത് പിന്നെ അതുപോലെ കൺസ്യൂമിങ് വായിക്കുമ്പോൾ ദ കൺസപ്ഷൻ എന്നാണ് വേണ്ടത്, കൺസ്യൂമിങ് ഓഫ് കൺവെൻഷണൽ ഫ്യൂവൽസ് അല്ല അല്ലെ. ഇതൊക്കെ ലോജിക്കലി നമ്മൾ ഇംഗ്ലീഷ് നോർമലി കറക്റ്റ് ചെയ്ത് പോകുന്ന ഒന്നാണ്. നാലാമത്, സിൻസ് സം ബാങ്ക്സ് മേ ടേക്ക് ലോങ്ങർ ടു അച്ചീവ് ദീസ് ടാർഗറ്റ്സ്, RBI has considered to revise these guidelines on a case-to-case basis. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ആണേ. ഓക്കെ, ഒരു ഫുൾ സ്റ്റോപ്പ് ആണ് ഇടേണ്ടത്. യെസ്. അപ്പൊ എന്താണ് നമ്മൾ ഫോർത്ത് വണ്ണിന്റെ കറക്റ്റ് ആൻസർ? സം ബാങ്ക്സ് ഹാവ് മേ ടേക്ക് ലോങ്ങർ. ആൻസർ എന്താണ്? എല്ലാവരും ആൻസർ ചെയ്തോളൂ, ആരും അടിച്ചു നിൽക്കണ്ട. What is the right answer? Since some banks may take longer to achieve these targets, RBI has considered to revise these guidelines. ഇവിടെ തെറ്റ് പ്രത്യേകിച്ച് നമുക്ക് തോന്നില്ല, എങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ആണ്. RBI has considered അല്ല ഇവിടെ വരേണ്ടത്. എന്താണ് ഇവിടെ വരേണ്ടത്? RBI has decided. RBI has decided to revise these guidelines. So error is in part 3. Okay. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് കൺസിഡർ ചെയ്താലും ഡിസൈഡ് ചെയ്താലും എന്താണെന്നല്ലേ, ചെറിയൊരു, അതായത് ഡിസൈഡഡ് ദീസ് ഗൈഡ് ലൈൻസ് എന്നാണ്, ഡിസൈഡഡ് ടു റിവൈസ് ദീസ് ഗൈഡ് ലൈൻസ് എന്നാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനത്തെയും മിസ്റ്റേക്സ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, മിസ്റ്റേക്സ് എന്ന് പറയാൻ പറ്റില്ല, നെഗ്ലിജിബിൾ ആണ്, എങ്കിലും സ്റ്റിൽ ഇറ്റ് ഇസ് ദെയർ. ഓക്കെ. Fifth one, economic laws typically aims at balancing competing interests of various stakeholders as well as interest of government departments charged with implementing such law. ഏതായിരിക്കും കറക്റ്റ്? ബി ആണോ? ഇക്കണോമിക് ലോസ്, നമ്മളിവിടെ എന്തിനെ കുറിച്ച്, ഇവിടെ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, ഇക്കണോമിക് ലോയെ കുറിച്ചാണ് പറയുന്നത്, ലോസിനെ കുറിച്ച്, നിയമങ്ങൾ. അപ്പൊ ടിപ്പിക്കലി എയിംസ് വേണോ? ടിപ്പിക്കലി എയിം എന്ന് പോരെ, isn't it? അപ്പൊ ഇക്കണോമിക് ലോ ടിപ്പിക്കലി എയിം അറ്റ് ബാലൻസിങ് ആണ് കറക്റ്റ് ആൻസർ. ഓ, ഞാനിവിടെ ബി ആണ് അല്ലേ? ബി ആണ്, കറക്റ്റ് ആണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ ഇട്ടപ്പോൾ തെറ്റിപ്പോയതാണ്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഇസ്, ഇവിടെ നമ്മൾ ബി ആണ്. എന്തോ ഒരു സാധനം ഇവിടെ വിട്ടുപോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഞാൻ. ഇക്കണോമിക് ലോ ടിപ്പിക്കലി എയിം അറ്റ് ബാലൻസിങ് കോമ്പീറ്റിംഗ് ഇൻട്രസ്റ്റ് ഓഫ് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആസ് വെൽ ആസ്, ഇവിടെ എന്തോ ഒരു സാധനം വിട്ടുപോയിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ പാർട്ട്. ഓക്കെ, യെസ്, എയിം അല്ല, എയിംസ് അല്ല, മറിച്ച് എയിം ആണ്. ഐ തിങ്ക് ഐ മിസ്ഡ് ഇറ്റ്. ചിലപ്പോൾ എന്തെങ്കിലും വന്ന് എന്താ പറയുക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കാതെ പോയപ്പോൾ ചെയ്തതായിരിക്കും. ഓക്കെ, സോ വാട്ട് ഇസ് ദ നെക്സ്റ്റ് വൺ ഓൺ സെപ്പറേറ്റ്? ഇപ്പൊ നിങ്ങൾക്ക് ആരും മനസ്സിലായില്ലേ, സബ്ജക്ട് വെർബ് എഗ്രിമെന്റിലാണ് ഇവിടെ മിസ്റ്റേക്ക് വന്നത്. ലോസ് ആയത് കാരണം എയിം ആണ് വേണ്ടത്, എയിംസ് അല്ല. ഓക്കെ, സിക്സ്ത് വൺ, യെസ്, സിക്സ്ത് വണ്ണിന്റെ ആൻസർ ബി ആണോ? നമുക്ക് നോക്കാവേ. ഓൺ സെപ്പറേറ്റ് ഒക്കേഷൻ ദ ഹൈക്കോർട്ട് റാപ്ഡ് the Digital General of Police for forwarding a complaint against Raj to the state government, instead ordering an inquiry into it. എന്തായിരിക്കും ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്? വാട്ട് ഇസ് ദ റൈറ്റ് വൺ? വാട്ട് ഇസ് ദ റൈറ്റ് ആൻസർ? സിക്സ്ത് വൺ, ബി അല്ല ആൻസർ വരിക. സിക്സ്ത് വണ്ണിന്റെ ആൻസർ എന്താണ് ഇവിടെ വരിക? അത് എന്താ പറയാ, യെസ്, ഇൻസ്റ്റഡ് ഓർഡറിങ് എന്നാ വന്നേക്കുന്നത് അല്ലേ? ഇൻസ്റ്റഡ് ഓഫ് ഓർഡറിങ് അല്ലേ?
On separate occasion, the High Court rapped the Digital General of Police for forwarding a complaint against Raj to the state governments instead of ordering an enquiry into it. അല്ലേ? Instead of ordering an enquiry into it. A, B, C, D ആണ് കേട്ടോ ഇത്. D. അപ്പോൾ ഡിയിലാണ് നമുക്ക് ആൻസർ വന്നേക്കുന്നത്. ഓക്കെ, ഡി ഇസ് ദ എറർ. ഇവിടെയാണ് എറർ വന്നേക്കുന്നത്. സോ ഐ തിങ്ക് എഴുതിയപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ. എ ബി സി ഡി. A look at migration data suggests that the number of deaths do not necessarily indicate the crisis that is described. അപ്പോൾ എങ്ങനെയാ വരിക? നിങ്ങൾ എവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, എവിടെയാണ് ആൻസർ വരിക? A look at migration data that the number of deaths do not, the number of deaths, ഡെത്ത്സിന്റെ നമ്പറിനെ കുറിച്ചാണ്. നമ്പറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എന്താണ്? ഡു നോട്ട് ആണോ വേണ്ടത്? അല്ല, ഡസ് നോട്ട് ആണ് വേണ്ടത്. കറക്റ്റ്. ദ നമ്പർ ഓഫ് ഡെത്ത്സ് ഡസ് നോട്ട്. അപ്പൊ ഈ ഒരു പോർഷനിലാണ് നമ്മുടെ എറർ വന്നേക്കുന്നത്. ഓക്കെ, യെസ്. 8th one. Since the commencement of the Constitution in 1950, it is for the third time that the governors this time, as much as 9 have gone to following a change of guard at the center. No error. നിങ്ങൾ എവിടെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ നമ്പർ ഇട്ടിരിക്കുന്നതിൽ എന്തോ ഒരു കൺഫ്യൂഷൻ. ഐ തിങ്ക് ഞാൻ എടുത്തപ്പം അത് കറക്റ്റ് ആയിരുന്നു. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്. യെസ്. അപ്പൊ എന്താണ് ഇവിടെ വന്നേക്കുന്നത്? Since the commencement of the Constitution in 1950, it is for the third time that the governors this time, as much as 9 have to go. As much as അല്ല, as many as ആണ് ഇവിടെ വേണ്ടത്. യെസ്, as many അല്ലെ? as many as കാണാൻ പറ്റുന്നുണ്ടോ? താഴെ എഴുതാം. as many as 9 have to go following a change of guard at the center. ഓക്കെ, അപ്പം as much as അല്ല വേണ്ടേ, as many as ആണ് കറക്റ്റ് ആയിട്ടുള്ളത് വരേണ്ടത്. സോറി. The news of police violence spread. Patel community members returning to village and towns from the rally set fire government property. What is the answer? ഇവിടെ ഒരു വേർഡിന്റെ റീപ്ലേസ്മെന്റ് തന്നെയാണ് വേണ്ടത്. എന്താണ്? ഇതാണ് ഡി കേട്ടോ. ഈ ഡി ആണ് മൊത്തത്തിലാണ് പ്രശ്നം. ഇവിടെ എന്താണ് ആൻസർ വരേണ്ടത്? സെറ്റ് എന്താണ്? ഗവൺമെന്റ്സ് അല്ലെ ഗവേണൻസ് പ്രോപ്പർട്ടി ഓൺ ഫയർ എന്നാണ് വേണ്ടത്. പ്രോപ്പർട്ടി ഓൺ ഫയർ ആണ് വേണ്ടത്. ഇസ്ന്റ് ഇറ്റ്? കറക്റ്റ് ആണ്, ഡി ആണ്. പ്രോപ്പർട്ടി ഓൺ ഫയർ ആണ് വേണ്ടത് കേട്ടോ. എ ബി സി ഡി. ഓക്കെ, ഈ ഡി ഇവിടെ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. ഡി ഇസ് ദ റൈറ്റ് ആൻസർ. സെറ്റ് ദ പ്രോപ്പർട്ടി ഗവൺമെന്റ്സ് പ്രോപ്പർട്ടി ഓൺ ഫയർ അല്ലെ ഗവേണൻസ് പ്രോപ്പർട്ടി ഓൺ ഫയർ ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള യൂസേജ്. Companies like Infosys are moving fast on automation to ensure differentiation at a time where the technology industry and business models are undergoing rapid changes. എന്താണ് ഇവിടെ തെറ്റ്? ഇവിടെ where അല്ല when ആണ് വേണ്ടത്. കറക്റ്റ് ആണ്. Companies like Infosys are moving fast on automation to ensure differentiation at a time when the technology industries and business models are undergoing rapid changes. Where alla when aanu correct aayittu. The police, yeah, correct, at the time when. Very good. The police tactfully handled the farmers agitation for higher prices which is created law and order agitation ivide oru inverted comma, yeah, problem in the district every year. Endana the police tactfully handled. Police endu chedu? Tactfully handle ചെയ്തു. കറക്റ്റ് ആണ്. The farmers agitation for higher prices which is created law and order അല്ലെ? അപ്പൊ എ ബി സിയിലാണ് തെറ്റ് വന്നേക്കുന്നത്. കറക്റ്റ് ആൻസർ ആണ്. ക്രിയേറ്റഡ് അല്ല, എന്താണ് വേണ്ടത്? which is അല്ലെങ്കിൽ which is വേണ്ട. ഈസ് അവിടെ ആവശ്യമില്ല. which creates. yes, the police tactfully handled the farmers agitation for higher prices which creates law and order problem in district every year.
വിച്ച് ഇസ് ക്രിയേറ്റഡ് എന്നുള്ളത് തെറ്റാണ് അവിടെ അല്ലെ. കാരണം എന്താ, അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എവറി ഇയർ ആണ്, കണ്ടിന്യൂസ്ലി നടക്കുന്നു. അപ്പൊ ഇവിടെ എന്ത് വരും, നമുക്ക് ഒരു ഹാബിച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റെഗുലർ ആയിട്ടുള്ള ഈവന്റ് ആണ്. ഒരു ഹാബിച്വൽ ഈവന്റ് എന്നും ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ഈവന്റ് ആയത് കാരണം അത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ദാറ്റ് ഇസ് ദ റീസൺ. 12th one, the greatest joy in publishing a new magazine over 4 decades has been to observe the ebb or flow of history accompanied by political tsunamis. എന്താണ് ആൻസർ? ആ ബി എ ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ കേട്ടോ. എ ബി സി ഡി ആൻഡ് ഇ ഏതാണ്? വാട്ട് ഇസ് ദ റൈറ്റ് ആൻസർ? The greatest joy, yes, in publishing a new magazine over 4 decades has been to observe the ebb or flow of history accompanied by political tsunamis. ഏതായിരിക്കും ആൻസർ? Yes, observe the ebb or flow. Ebb and flow അല്ലേ? കറക്റ്റ് ആൻസർ ആണേ. എബ് ഓർ അല്ല, എബ് ആൻഡ് ആണ് വരേണ്ടത്. വെരി ഗുഡ്. വന്ദന കറക്റ്റ് ആൻസർ ആണ്. The greatest joy in publishing a new magazine over 4 decades has been to observe the ebb and flow of history. അങ്ങനെയാണ് പറയാ കേട്ടോ. Answer to our population problems lies in education and not in coercive and criminal sterilization drives with unrealistic targets and hard to resist monetary incentives. My God. അല്ലെ, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ആൻസർ ടു ആർ പോപ്പുലേഷൻ പ്രോബ്ലംസ്. എന്താണ്, എന്തായിരിക്കാം ഇവിടെ ആൻസർ? ഇവിടെ തെറ്റിയിട്ടുള്ളത് കറക്റ്റ് ആണ്. ദ ആൻസർ to our population problem lies in education and not in coercive criminal sterilization. So A is the right answer. Okay, A ആണ് നമ്മുടെ ആൻസർ. Drives with unrealistic targets and hard to resist monetary incentives. That is right. Okay, very good. Extending an invitation to the President of the US for the Republic Day barely a month after Modi's visit to the Big Apple put strengthening of ties among the world's 2 biggest democracies firmly on track. എന്താണ് ആൻസർ? ഏത് പോർഷനിലാ തെറ്റ് വന്നേക്കുന്നേ? ഏത് പോർഷനിലാ തെറ്റ് വന്നേക്കുന്നേ? ബിയിലല്ല, സിയിലാണ് കേട്ടോ തെറ്റ് വന്നേക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ സിയിലല്ല, ഡിയിലാ തെറ്റ് വന്നേക്കുന്നത് അല്ലെ. എന്താണ് ഇവിടെ? എന്താണിത്? എമങ് അല്ല, 2 രാജ്യങ്ങളാവുമ്പോൾ ബിറ്റ്വീൻ ആണ് വരേണ്ടത്. എമങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരേണ്ടത്? എമങ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. എമങ് എന്ന് പറയുമ്പോൾ ഓബ്വിയസ്ലി ഗ്രൂപ്പ് ആണ്. ഓക്കെ, ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ 2 അല്ലെ. അപ്പൊ ഇവിടെ ബിറ്റ്വീൻ 2 ഡെമോക്രസീസ് അല്ലേ, 2 ബിഗസ്റ്റ് ഡെമോക്രസീസ്. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ബെയർലി, വിച്ച് മീൻസ് ഓൺലി, ജസ്റ്റ് ഓർ സ്കേഴ്സ്ലി. നോക്കട്ടെ, റിപ്പബ്ലിക് ഡേ ബെയർലി എ മന്ത് ആഫ്റ്റർ. ബെയർലി എന്ന് പറഞ്ഞാൽ ഹാർഡ്ലി എ മന്ത് ആഫ്റ്റർ എന്നുള്ള മീനിങ്. അത് കറക്റ്റ് ആണ് അവിടെ. ഓക്കെ, അത് കറക്റ്റ് ആണ്. എക്സ്റ്റെൻഡിങ് ആൻ ഇൻവിറ്റേഷൻ ടു ദ പ്രസിഡന്റ് ഓഫ് ദ US ഫോർ ദ റിപ്പബ്ലിക് ഡേ ബെയർലി എ മന്ത് എന്ന് പറഞ്ഞാൽ ഹാർഡ്ലി, ഒരു മാസം മോദി അവിടെ വിസിറ്റ് ചെയ്ത് 1 മാസത്തിന് ശേഷം എന്നുള്ളൊരു മീനിങ് ആണ്. അത് അവിടെ കറക്റ്റ് ആണ് കേട്ടോ. ലാസ്റ്റ് വൺ, യങ് ഇന്ത്യൻസ് പെർസ്യൂയിങ് ഡിഫറെന്റ് ഗോൾസ് ഇൻ വേരിഡ് arenas are thinking differently, creating new business models and influence our life and times more comprehensively than at the time in our history. ഏതായിരിക്കും ആൻസർ? യങ് ഇന്ത്യൻസ് പെർസ്യൂയിങ് ഡിഫറെന്റ് ഗോൾസ് ഇൻ വേരിഡ് arenas are thinking differently, creating new business models and ഇവിടെ കണ്ടോ, തിങ്കിങ്, ക്രിയേറ്റിംഗ്. അപ്പൊ ഇവിടെ എന്താ വരേണ്ടത്? ഏതാണ് ആൻസർ? സി ആണ്, ഇൻഫ്ലുവൻസിങ് എന്നുള്ളതാണ് കേട്ടോ. ഇൻഫ്ലുവൻസിങ് ആണ് ലൈഫ്. തിങ്കിങ്, ക്രിയേറ്റിംഗ് ആൻഡ് ഇൻഫ്ലുവൻസിങ്. സബ്ജക്ട് ഓർഡർ അല്ല, എന്താ പറയുക, ടെൻസ് ഓർഡർ കറക്റ്റ് ആയിട്ട് പോവാൻ വേണ്ടിയിട്ട്. ഓക്കെ, so young Indians pursuing different goals in varied arenas are thinking differently, creating new business models and influencing our lives and times more. Clear ആയോ? സോ ഇത് കഴിഞ്ഞു. നമ്മുടെ ഇത്രേ ഉള്ളൂ, എന്താ പറയുക, എക്സസൈസസ് ഇത്രേ ഉള്ളൂ കേട്ടോ. ക്ലിയർ ആയില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടോ? ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനി ഡൗട്ട്സ് ദാറ്റ് യു ആർ ഹാവിങ്?
ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ക്ലാരിഫൈ ചെയ്ത് പോവാം. ഓക്കെ, ഇഫ് യു ആർ ഹാവിംഗ് എനി കൈൻഡ്സ് ഓഫ് ഡൗട്ട്സ് റിലേറ്റഡ് ടു ദ എക്സാം, അപ്പൊ എക്സാംസ് അപ്രോച്ച് ചെയ്യുന്നുണ്ട്, ഹോൾ ടിക്കറ്റ്സ് വന്നിട്ടില്ല, ഹോൾ ടിക്കറ്റ്സ് വിൽ ബി കമ്മിങ് അറ്റ് എനി ടൈം. അപ്പൊ അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ക്വസ്റ്റ്യൻസിന്റെ നമ്പേഴ്സിലും കാര്യത്തിലും ഒന്നും നിങ്ങൾക്ക് ഡൗട്ട്സ് ഇല്ലല്ലോ. ഐ ഹോപ്പ് ഇറ്റ്സ് വെരി മച്ച് ക്ലിയർ ഫോർ യു അല്ലേ. എക്സാമിന്റെ ഡിസ്ക്രിപ്റ്റീവ് സോറി മെയിൻസിന് പ്രിലിംസ് ആൻഡ് മെയിൻസ് ആണുള്ളത് അല്ലെ. പ്രിലിംസിന് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? ഇംഗ്ലീഷിൽ 30 ക്വസ്റ്റ്യൻസ് ആണ്, 30 മാർക്കാണ്. എത്ര മിനിറ്റ് ആൻസർ ചെയ്യാനുണ്ടാവും? നമുക്ക് 20. യെസ്, നോ ഡൗട്ട്സ്. ഓക്കെ, 20 മിനിറ്റ് ആണ് നമുക്ക് ആൻസർ ചെയ്യാൻ കിട്ടുന്ന സമയം. 30 ചോദ്യം, 30 മാർക്ക്, 20 മിനിറ്റ് ആണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുക. എന്നാൽ 35 ക്വസ്റ്റ്യൻസും 40 മാർക്കുമാണ് മെയിൻസിനുള്ളത്. അതിൽ 40 മിനിറ്റ് ആൻസർ ചെയ്യാൻ പറ്റും. ഓൺലൈൻ എക്സാം ആണ്, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട് മെയിൻസ് എക്സാമിന്. 2 ക്വസ്റ്റ്യൻ 25 മാർക്ക് ആണ് ഉള്ളത്, 30 മിനിറ്റിനാണ് ഉള്ളത്. ഇപ്പൊ ഇംഗ്ലീഷിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് പാർട്ട് റീഡിംഗ് കോംപ്രിഹെൻഷൻ, വേർഡ് സ്വാപ്പ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ക്ലോസ് ടെസ്റ്റ്, പാരഗ്രാഫ് കംപ്ലീഷൻ, പിന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, സിനോണിംസ് ആൻഡ് ആന്റണിംസ്, പാരാ ജംബിൾസ്, വേർഡ് യൂസേജസ്, എറർ സ്പോട്ടിംഗ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചോദിക്കാൻ സാധ്യതയുള്ളത്? എക്സാമിന് ചോദിക്കാനായിട്ട് സാധ്യതയുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് വലിയൊരു ഓഫർ ഉണ്ട്, ഫ്രീഡം ഓഫർ ആണ്. ഫ്രീഡം എന്നാണ്, നാളെയാണ് ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഫ്രീഡം ഓഫർ ഉള്ളത്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. SSC RRB ബാങ്കിങ് കോഴ്സിന്റെ ബെസ്റ്റ് ഓഫർ ആണുള്ളത്. സോ യെസ്, ഓക്കെ, 16th ഓഗസ്റ്റിൽ എക്സ്പെക്റ്റഡ് അല്ലെ. കുറെ നാളെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. 17th എക്സാം അനൗൺസ് ചെയ്തിരുന്നത്. അപ്പം 16th വന്നാൽ അറ്റ്ലീസ്റ്റ് 1 വീക്ക് ബിഫോർ എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതിനു മുമ്പ് എത്തുമായിരിക്കും നമുക്ക് വിചാരിക്കാം അല്ലെ. സോ നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക, ഫുൾ ഓൺ പ്രിപ്പറേഷൻ ആയിട്ടിരിക്കുക. ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരുണ്ടാകാം, അങ്ങനെയുള്ളവർ കോഴ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പ്രോപ്പർലി ഗൈഡൻസോട് കൂടി എഴുതുക. നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാവും എക്സാം. അപ്പൊ എല്ലാവരും എന്താ ചെയ്യേണ്ടത്? എൻട്രിയുടെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ ആസ്ക് ഫോർ യു ക്യാൻ ജോയിൻ ദ കോഴ്സ് ജോയിൻ ചെയ്യുക. അതുപോലെ ഈ കാണുന്ന നമ്പർ അല്ലെ 7736122215 എന്ന നമ്പറിൽ വിളിച്ചാൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് കോഴ്സ് റിലേറ്റഡ് ആയിക്കോട്ടെ, എക്സാം റിലേറ്റഡ് ആയിക്കോട്ടെ, ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന ആയിക്കോട്ടെ, മെന്റർഷിപ്പ് സപ്പോർട്ട് ആയിക്കോട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ആസ്ക്. ഓക്കെ, അപ്പൊ ഐ ഹോപ്പ് ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇറ്റ് വാസ് വെരി മച്ച് ക്ലിയർ ഫോർ യു. ഐ ഹോപ്പ് ഇറ്റ് ഇസ് എന്താ പറയുക, നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് ഓക്കെ നമ്മൾ ഫർദർ ക്ലാസ്സസിൽ വെക്കുമ്പോൾ ഏതെങ്കിലും ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യണം എന്ന് തോന്നുന്നതുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോമെന്റ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്, ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ നാളെ രാവിലെ നമുക്ക് എഡിറ്റോറിയൽസുമായിട്ട് കാണാം. സി യു ദെൻ, ബൈ, ടേക്ക് കെയർ all of you. Thank you very much.